ഈ ഒരു അവസ്ഥക്ക്. അതായത് പാവത്തില് ഫുള്ള് പാവത്തിലാണ്, ചെയ്താലും വീണ്ടും പോയി കുമ്പസാരിക്കണം, ആഴ്ചയിൽ കുമ്പസാരം, കുർബാനയില്ല, വേറെ പ്രാർത്ഥനകളൊന്നുമില്ല, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ ചോദിക്കുന്ന ഈശോ ഈ ഒരു വ്യക്തിയുടെ, ഞാനായിരിക്കാം ആരും ആയിരിക്കാം, അപ്പം ഈ ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ അവസ്ഥയെ കുറിച്ച് പറയാം അവസാനം. നമുക്കെല്ലാം കടന്നു പോകുന്ന ഒരവസ്ഥയാണല്ലോ ഇതേ. ഓരോ മനുഷ്യനും ഇച്ചിരി വ്യത്യസ്തത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു മാനസാന്തരത്തിന് മുമ്പുള്ള ഒരു അവസ്ഥയായിരിക്കും ഇതേ. ഈ റിപ്പീറ്റേഷൻ വരുന്ന ഈ പാവത്തിനെ അത് നമ്മളെല്ലാത്തിനും ലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഇപ്പോഴേ ഉദാശകളെയും എല്ലാവേ. ഈ അങ്ങനെ ശരിക്കും പറഞ്ഞാല് ഈ അനുദപിച്ച് സുവിശേഷത്തിലെ വിശ്വസിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മളെ വിളിച്ചത്. യോഹന്നാൻ ശ്രീയുടെ ലേഖനമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് പുണ്യ ജീവിതത്തിൽ പോകുമ്പോൾ വല്ല രീതിയിലും നമുക്കൊരു വീഴ്ച ഉണ്ടായാൽ കുമ്പസാരിക്കാൻ, അല്ലെ ആ ഒരർത്ഥത്തിൽ മാത്രമോ കുമ്പസാരത്തെ അങ്ങനെ അങ്ങ് വെച്ചതേ. പക്ഷെ നമ്മളതിനെ മുന്നോട്ടുള്ള കാലത്തിൽ അതിനെ എല്ലാം ലൈറ്റാക്കി എടുക്കാൻ തുടങ്ങിയതാണ് ഏറ്റവും പ്രശ്നമേ. നമ്മളല്ലാതെ ഒരാളുടെ മാത്രം പ്രശ്നമല്ലത്. നമുക്ക് ശരിക്കും ഈ മാനസാന്തരത്തിന്റെ ഒരു പൂർണ്ണത നമുക്ക് വരാത്തതിന്റെ ഒരു ഇത് കിടക്കും എപ്പോഴും നമുക്ക്. അത് വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിലെ ഒരു നിർണായക, അതുവരെ നമ്മള് എന്നതോ ഒരു ചുമ്മാപോക്ക് അവസ്ഥയാണ് നമ്മുടേത്. വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് കാണുന്ന ഒരെണ്ണമുണ്ട്. അവര് ചിലരുടെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, അല്ലാത്തവരുടെ ഉള്ളിലും അതിന് നടന്നിട്ടുണ്ട്. അതെ, എന്നേക്കുമായിട്ടുള്ള ഒരു മാനസാന്തരമേ, എന്നേക്കുമായിട്ടുള്ളൊരു മാനസാന്തരം നടക്കണം അത്. എന്നിട്ട് സുവിശേഷത്തില് ആ മാനസാന്തരം എന്ന് പറയുന്നത് അത് ദൈവവും നമുക്ക് കൃപ തരുന്നുണ്ട്. അവർക്ക് അന്നേരം ഈ വിജാതിയർക്കും ഇങ്ങനെ ദൈവരാജ്യത്തിലേക്കുള്ള ഇത് കിട്ടിക്കഴിഞ്ഞപ്പം അന്ന് അവിടുത്തെ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്, അവർക്ക് വിജാതിയർക്കും ഈ ജീവനിലേക്കുള്ള അനുതാപം ദൈവം കൊടുത്തുന്നേ. അത് ദൈവം അത് നമുക്ക് തരുന്നുണ്ട്. ജീവനിലേക്കുള്ള അനുതാപം എന്നാണ് പറയുന്നത്, ജീവനിലേക്കുള്ള അനുതാപം എന്നാണ് പറയുന്നത്. റിപ്പൻറ്റൻസ് ടു ലൈഫ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ അനുതാപം നമുക്ക് കിട്ടണം. പിന്നെ നമ്മുടെ അനുതാപവും മാനസാന്തരവും നമ്മൾ ഓർത്തോണം. ഈ കടന്നുപോയ സമയം പാസ്റ്റിനെ ദൈവത്തിന്റെ കാരുണ്യത്തിന് അങ്ങ് വിട്ടാൽ മതി. ഇപ്പൊ ഇന്നാ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഇന്നാ നമ്മുടെ ദിവസം. ആ ദിവസത്തില് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹൃദയത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലം പിടിച്ചു വെക്കാമെന്നല്ലേ. നമുക്ക് നല്ലപോലെ അറിയാം. നമുക്ക് ഈ ഈശോയ്ക്ക് വേണ്ടി അങ്ങ് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് വേണ്ടെന്ന് വെക്കാനുള്ള എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കുമ്പോൾ ഒട്ടും കാണത്തില്ല. ഒരു വലിയ ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട കാര്യം ഒന്നും അല്ലായിരിക്കും. വളരെ ലൈറ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. ആ കാര്യം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ടേ, അതൊന്നും വേണ്ടെന്ന് വെക്കാനായിട്ട് ഒരവസ്ഥയെ അത് ആ ഹൃദയത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതുപോലെ തന്നെ പാറ പോലെ കഠിനമാക്കുക എന്നുള്ളതൊന്നും അല്ല അർത്ഥമില്ല. ഈ ഹൃദയ കാഠിന്യം നമ്മൾ നല്ലപോലെ നോക്കിയ ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ അഴിഞ്ഞു പോകുന്ന അവസ്ഥ തന്നെ ഒരു ഹൃദയ കാഠിന്യമേ. ഈ ഒരു നിസ്സംഗതയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വലിയ കുഴപ്പവും ഇല്ല, എന്നാ കുഴപ്പമുണ്ട് താനും, എന്നാൽ വലിയ പ്രശ്നത്തിലല്ല താനും. പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ പോകുന്ന തന്നെ ഒരു ഹൃദയ കാഠിന്യമോ ശരിക്കുമുള്ള നമുക്ക് ഈ ഈശോ പറയുന്നത് യഥാർത്ഥത്തില് അനുദപിക്കുന്നവർ ഒരാത്മാവിനെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു. 100 നീതിമാന്മാരെന്നതിനേക്കാളും അനുദപിക്കുന്ന ഒരു പാവിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവുമെന്നാണ് പറഞ്ഞു. അപ്പൊ അത് 100 നീതിമാന്മാരുടെ കാളും വലുതാന്നല്ല പറയുന്നത്. അപ്പൊ നമുക്കെല്ലാം ഉള്ള ഒരു വലിയ സാധ്യത, ഏതൊരു മഹാഭാവിക്കുമുള്ള വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ സ്വർഗം സന്തോഷിക്കത്തക്ക രീതിയിലുള്ള ഒരനുതാപം നമ്മളിൽ ഉണ്ടാകണം. അത് ജീവനിലേക്കുള്ള അനുതാപമാണ്, സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപമാണ്. അത് നമ്മൾ പറയുന്നത് പോലെ വലിയ ഇതല്ലത്. നമ്മുടെ പാവവും നമ്മുടെ നമ്മുടെ ഈ ദൈവത്തിലേക്കല്ലാതെ പോകുന്ന ഈ അവസ്ഥയെന്ന് പറഞ്ഞ ഒരു മെല്ലപ്പോക്ക് നയത്തി നമ്മൾ അവസ്ഥകളെ ഇട്ടിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമേ. അങ്ങനെ നമ്മൾ നല്ലപോലെ നോക്കിയാൽ അറിയാം. ഇവര് പോകുന്നു, നമ്മൾ പറയുന്ന വലിയ പാവികളെന്ന് പറയുന്ന പോലെ 10 കൽപ്പനകളിൽ ലംഘിച്ചു പോകുന്നവരുടേതല്ല അവസ്ഥ. നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരവസ്ഥയിലല്ലേ പോകുന്നതേ. അപ്പം ഈശോയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, അവൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലെന്നേ. ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലെന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ അല്ലതാനും അടുത്താണെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ തീർന്നില്ലേ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മളായിരിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ ആയില്ലെങ്കിൽ അത് നമ്മൾ തൊട്ടടുത്താണെന്ന് പറഞ്ഞാലും
ലൂസ് കണക്ഷനൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് നഗ്നനേത്രങ്ങൾക്ക് പോലും കാണാത്ത ഒരവസ്ഥയിൽ ഈ വയറുകളോ ഇലക്ട്രിക് ഇത് തമ്മിൽ കണക്ഷൻ ഇച്ചിരി ഡിസ്കണക്ഷൻ വന്നാൽ മതി, പക്ഷെ മുഴുവൻ ഓഫായി പോവുകയല്ലേ. നമ്മളായിരിക്കേണ്ടതല്ല, നമ്മളായിരിക്കേണ്ടാത്തടത്താണ് നമ്മുടെ അവസ്ഥ പിന്നെ നിലനിൽക്കുന്നതേ. ആ ഒരവസ്ഥ നമുക്ക് എന്തേലും പുരോഗമിച്ചാലും ചിലപ്പോൾ ഉണ്ടാകാം. ഇനിയിപ്പം നമ്മൾ ഇച്ചിരി അകലെയാണേലും അടുത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ നമുക്ക് നമ്മൾ ചോദിക്കേണ്ടത് മുഴുവൻ ഈ വലിയൊരു പ്രാർത്ഥനയിലാണ് ഇത് ചോദിക്കേണ്ടത്. പിതാവിനോട് പ്രാർത്ഥിക്കണം, പിതാവേ ജീവനിലേക്കുള്ള അനുതാപം ഞങ്ങൾക്ക് തരണേ, ഞങ്ങളെ അനുദപിക്കുന്നത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപം ഞങ്ങൾക്ക് തരണേന്നേ. അതിനൊരു പ്രാർത്ഥനയാക്കണ്ട ആദ്യം. അതിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഭയങ്കര സ്വർഗം സന്തോഷിക്കുന്ന അനുതാപം പൂർണ്ണമാവുകയാണ്. പിന്നെ ആ അനുതാപം പിന്നെ അങ്ങ് പൂർത്തിയാക്കിയാൽ മതി. അത് പിന്നെ മാനസാന്തരത്തിന്റെ ജീവിതമാണ് പിന്നെ നയിക്കുന്നതേ. പക്ഷെ അത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളിതിനെല്ലാം പിശാചും നമ്മുടെ സങ്കല്പങ്ങളും നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഇതെല്ലാം വലിയ ലംഘനങ്ങളും വലിയ ഇതുവാന്നാണ്. ലോകത്തോടുള്ള ഒരു മൈത്രി തന്നെ ദൈവത്തോടുള്ള ശത്രുതയാണ്. അതായി പ്രശ്നം കിടക്കുന്നതേ. ആ മൈത്രി നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ രീതിയിലും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ശത്രുതയായിട്ട് കിടക്കും. അങ്ങനെ ശരിക്കും അവർക്ക് പിന്നെ ആത്മീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുമില്ല. പിന്നെ അവർക്ക് അങ്ങനെ പൗലോസ്ലീഹ പറയുന്നത്, ആത്മീയ മനുഷ്യനായില്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല. അത് ഇത് തൊട്ടടുത്തായിരിക്കും, ആത്മീയ മനുഷ്യൻ പോലെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്, പക്ഷെ നമ്മൾ ആത്മീയ മനുഷ്യനായിരിക്കുകയല്ല. അതുകൊണ്ട് നമുക്ക് ആത്മീയതയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഇന്ത്യയിൽ വി കാനോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ അത് നമ്മളീ പറയുന്ന പോലെ സുവിശേഷത്തിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വലിയ കാര്യങ്ങളുടെ ഒരു ഒരെണ്ണമല്ല അത് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും ഇങ്ങനെ യോഹന്നാൻ പറയുന്ന പോലെ കണ്ണുകളുടെ ആർത്തി, ജഡമോഹം, ജീവിതാന്തം, അകന്തം, ഇത് മൂന്നും ദൈവത്തിൽ നിന്നല്ല. അതൊക്കെ ആ വാക്ക് തന്നെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവമേ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, അങ്ങിൽ നിന്നല്ലാത്ത പിതാവേ, അങ്ങിൽ നിന്നല്ലാത്ത ദൈവത്തിൽ നിന്നല്ല, പിതാവിൽ നിന്നല്ലെന്നാണ് പറയുന്നത്. കണ്ണുകളുടെ ആർത്തി, ജഡമോഹം, ജീവിതാകന്തം, ഇത് മൂന്നുമാണ് നമ്മളെ ഒരു ക്യാൻസർ പോലെ. അത് നമ്മൾ വലിയധികം നമുക്ക് മനസ്സിലാകത്തുമില്ല. ഇത് വലിയൊരു 10 കൽപ്പനയുടെ ലംഘനം പോലെ ഇത് നമുക്ക് മനസ്സിലാകത്തില്ല. അല്ല, നമ്മൾ കുമ്പസാരിക്കുന്ന പാവങ്ങളുടെ ഒരു ലംഘനം പോലെ പോലും ഈ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ലൈറ്റായിട്ടല്ലേ കിടക്കുന്നത്. പക്ഷെ ഇത് ദൈവത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നല്ലാത്തത് കൊണ്ട്. എന്നിട്ട് യോഹന്നാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ ലേഖനത്തിൽ. അതവിടെ ഭയങ്കര നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിന്റെ സ്നേഹം നിലനിൽക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിന്റെ സ്നേഹം വരികയില്ല, പിന്നെ അങ്ങനെ കിടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആ ഒരു ഒരെണ്ണം നമുക്ക് ഭയങ്കര ബോധ്യപ്പെട്ടിട്ട് അത് ആന്തരികതയിലാണ് നടപ്പാക്കേണ്ടത്. അന്നേരം അത്രയും ഹൈറ്റിലേക്ക് നമ്മുടെ അനുതാപത്തെ ഇടണം. അനുതാപത്തെ ഇപ്പം നമ്മൾ പൊതുവേ നമ്മൾ പോകുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു വിശുദ്ധിയാണേ. പക്ഷെ ആ വിശുദ്ധി അല്ലാതെയാണ് ഈ വചനത്തിൽ പറയുന്നതെല്ലാം ഭയങ്കര സൂക്ഷ്മതയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ പോലെ തോന്നുന്നെങ്കിലും ഒരു ലോകത്തോടുള്ള മൈത്രി അങ്ങനെയുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആകാനായിട്ട് ഭയങ്കര ഒരു പ്രാർത്ഥിച്ചേ, പ്രത്യേകിച്ച് ഈ വചനം വെച്ച് അങ്ങ് പ്രാർത്ഥിക്കണം. ഈ വചനങ്ങൾ കണ്ണുകളുടെ ആർത്തി, ജഡമോഹം, ജീവിതാകന്ത, ഇതിൽ നിന്ന് രക്ഷിക്കണേ, പിതാവേ ലോകത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറാനുള്ള കൃപ തരണേ. അങ്ങനെ ആ വചനം പിതാവിന്റെ സ്നേഹം ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവരില്ലേ. അപ്പൊ അത് നമുക്ക് ആ ഒരു സങ്കടം വരണം. അങ്ങനെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപമാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പൻറ്റൻസ്, അനുദപിക്കുന്ന ഒരു പാപിയുടെ അങ്ങനെ ഒരു അനുതാപിയാക്കി എന്നെ മാറ്റണേ. അങ്ങനെ ഫ്രാൻസിസ് പിതാവൊക്കെ ആശിസ് പിണ്ണാറിനൊക്കെ അങ്ങനെ പറഞ്ഞ അസീസിയിൽ നിന്നുള്ള അനുതാപി എന്നാ ഫ്രാൻസിസിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനുതാപി എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് ഏറ്റവും നമ്മളിപ്പം വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അനുതാപത്തിലേക്കുള്ള ഒരെണ്ണമേ. അപ്പൊ അത് കുമ്പസാരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു അനുതാപം അല്ലല്ല. അത് ഈ സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ആക്കിയിടുക എന്നുള്ളതാണ് നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് പറ്റും, നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ ഈ വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ നടക്കുന്നത്. അത് ആ അനുതാപത്തിലേക്ക് അതിലങ്ങ് വിട്ടുകൊടുത്താൽ നമുക്ക് എളുപ്പമായി. അത് ജീവന്റെ അനുതാപം പിതാവിനോട് ചോദ്യം, ജീവനിലേക്കുള്ള അനുതാപം അവർക്ക് കൊടുത്ത് അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ആ വചനം ഒറ്റപ്പെട്ടെടുക്കാതെ അതിൻ്റെ മുകളിലോട്ടുള്ള വചനം ഞാൻ ഈയിടെ ശ്രദ്ധിച്ചപ്പോൾ അത് പരിശുദ്ധാത്മാവിനെയും കൂദാശകളും ഒക്കെ സ്വീകരിച്ച ഒരവസ്ഥയിലും കൂടെയാണ് അത് പറയുന്നത്. അവർക്ക് കൊടുത്തതിനെ ഈ നമ്മുടെ കൊർന്നേലിയസിന്റെ അവർ ആ വീട്ടിലുണ്ടായിരുന്നവർക്ക് കൊടുത്ത ആ മാമോദീസായി അനുതാപത്തിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മസ്റ്റാക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം നമ്മളറിയുന്നില്ലേ, നമ്മുടെ എല്ലാവരുടെയും കേട്ടോ, ഒരാളുടെ മാത്രമല്ല, ഹൃദയ കാഠിന്യം ഉണ്ട് നമുക്ക്.
അത് നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ കുഴപ്പമില്ലെന്ന് നമ്മൾ പറയുന്നത്. ഈ ദൈവവചനത്തോട് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൃദയകാഠിന്യം. അതെ, വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ തണുപ്പോ ചൂടോ അവസ്ഥയാണോ അത്? അതായിരിക്കും, അതും ആകാം. പക്ഷെ നമുക്ക് ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരെണ്ണം ഉണ്ടല്ലോ. വചനത്തെ സ്വീകരിച്ചിട്ട് നമ്മൾ മനഃപൂർവ്വം നമുക്ക് തോന്നിയല്ല, പക്ഷെ നമ്മൾ ഈ പറയുന്ന സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപിയായിട്ട് മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഇത്രയും കാലം സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപിയായി നമുക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രാർത്ഥിച്ച് ശരിക്കും ഒരു ബിഫോർ കൺവേർഷനും ഒരു ആഫ്റ്റർ കൺവേർഷനും ഉണ്ട്. VCAC ഉണ്ട്. അതിന് ബിഫോർ കൺവേർഷനും ആഫ്റ്റർ കൺവേർഷനുമേ. മറ്റേ ഈശോയുടെ അന്നെ VCAC AD എന്നാ പറയുന്നത്, അന്നേ ഡോമിനെ. പക്ഷെ അത് ഇതിനും AD എന്ന് പറയാൻ വേണേ. ആ അവസ്ഥ നമ്മൾ കഴിയുമ്പോൾ കർത്താവിന്റെ ഒരു കൺവേർഷൻ നടന്നാല് നമ്മുടെ ലൈഫ് ശരിക്കും ദൈവികമാകാൻ തുടങ്ങൂലേ. അതുവരെയും നമ്മൾ വേറെ ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു ശമ്പളം കിട്ടണമെങ്കിൽ നമുക്ക് ഫോർമേഷൻ ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ അതിലേക്ക് കയറുമ്പോഴല്ല നമുക്ക് ഇത് കിട്ടുന്നത്. അതുവരെ നമ്മൾ ട്രെയിനിങ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ശരിക്കും ഒരു കൺവേർഷൻ കഴിയുമ്പോഴാണ് കൺവേർഷന്റെ മുകളിൽ നമുക്ക് പണിയാനുള്ള സ്പിരിച്വൽ ഇത് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്. അങ്ങനെ ആത്മീയ മനുഷ്യനാവുള്ളൂ നമ്മൾ. അതുവരെ നമ്മൾ ജഡിക മനുഷ്യനായിട്ട് തന്നെ അങ്ങനത്തെ മാംസത്തിന്റെ മനുഷ്യരായിട്ട് നമ്മൾ തുടരുവാണ്. അതുവരെ ഒരു സ്പിരിച്വൽ ആകാൻ നമ്മൾ അന്നേരം തുടങ്ങുന്നത്. അല്ലാതെ നമ്മളറിയാതെ ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ ഹിമാലയ സാനികളിൽ 500 വർഷം വരെയുള്ള ജീവിക്കുന്നവര് കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും നല്ലവരൊക്കെ ജീവിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ചേക്കാന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പിതാവ് നമ്മളെ അങ്ങോട്ട് പെട്ടെന്ന് ചെന്നാൽ കൊള്ളാമെന്നുകൊണ്ടിരിക്കുന്ന പിതാവിന് വിഷമം ഉണ്ടാകാൻ തുടങ്ങുന്നവര്. ഈ പുള്ളി എങ്ങനെയായാലും നല്ലവരെയാണെങ്കിൽ പോലും ഇനി എൻ്റെ അടുത്ത് വരാതെ അവിടെ ജീവിക്കാനുള്ള ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ ദൈവത്തിന് ഒരെണ്ണം ഉണ്ടല്ലോ. ദൈവത്തിന്റെ ഹൃദയം എങ്ങനെ സെൻസിറ്റീവ് ആകുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഓരോ നിലപാടുകളിലെ. അത് പിന്നെ നമ്മൾ ജീവിക്കുന്ന മുഴുവൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ്. അത് ഫ്യൂ അല്ല. സുവിശേഷത്തിൽ പറഞ്ഞ വാക്കുകൾ അന്നേരം നമ്മൾ കണ്ടെത്തി ജീവിക്കാൻ നോക്കണം. പഴയകാലത്ത് അങ്ങനെ ആൾക്കാർ ജീവിച്ചില്ലെന്ന് പറഞ്ഞാലും എന്നാലുമാണ് ശരിക്കും നമുക്ക് ഈ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്. അത് ഭയങ്കര ഒരു പറച്ചില്ല. അത് നമ്മൾ നോക്കുമ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയുമ്പോൾ അത് ഒരു കുഞ്ഞു കാര്യമായിട്ടാണ് നമുക്ക് കിടക്കുന്നത്. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് പറഞ്ഞു. അന്നേരം മാനസാന്തരപ്പെട്ടവന്റെ ജീവിതം പിന്നെ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതമാകണമെന്നാണ്. അല്ലാതെ നമ്മൾ പാവമൊക്കെ ചെയ്ത് പിന്നെ പാപം ചെയ്യാത്തൊരു ജീവിതം പിന്നെ നമ്മുടെ സങ്കല്പത്തിൽ കിടക്കുന്നത്. പാപം ചെയ്യാത്ത ജീവിതമല്ല, സുവിശേഷം അനുസരിച്ചുള്ളൊരു ജീവിതമാണ് പിന്നെ കിടക്കുന്നത്. പിന്നെ പുണ്യ ജീവിതമോ നമ്മൾ പാപത്തിലുള്ളപ്പോൾ നമ്മൾ ആകെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പലപ്പോഴും ഒരു പാപം ചെയ്യാത്ത നമ്മൾ കുമ്പസാരത്തിൽ പറയുന്ന ഏതാനും പാപങ്ങൾ മാത്രം ചെയ്യാത്തൊരു ജീവിതം പോലെ നമുക്ക് തോന്നുള്ളേ. പക്ഷെ നമ്മൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ പിന്നെ സുവിശേഷം ജീവിക്കാൻ തുടങ്ങുമോ. സുവിശേഷം സുവിശേഷത്തെ ഗൗരവമായിട്ട് നമ്മൾ എടുത്ത് നോക്കണ്ടേ, വായിക്കണം. അതിനകത്ത് ഈശോ എന്നതാണ് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എഴുതിയെടുക്കണ്ടേ, എഴുതിയെടുത്താലോ ഇത് ചെയ്യണ്ടേ. എല്ലാ വചനമല്ല ജീവിക്കാൻ നമ്മളെ ചിലത് ഇപ്പൊ ഈശോ എവിടെ ജനിച്ചു അത് ജീവിക്കേണ്ട വചനമല്ല. വചനത്തിൽ ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ആകുലപ്പെടണ്ട. അത് നമ്മൾ ജീവിക്കേണ്ടത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പീഡിപ്പിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അങ്ങനെ ഓരോന്നും പറയുമല്ലേ. നിങ്ങളുടെ കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ നല്ലതായിരിക്കും. അപ്പൊ അതൊരു ജീവിക്കാനുള്ള ഒരു നല്ല കണ്ണാക്കാനുള്ളൊരു നമ്മളെ വിളിയാണ്. അങ്ങനത്തെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിൽ തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പുതിയ നിയമം മുഴുവൻ എടുത്താല് ഒരു ഹെഡിങ് ഇട്ട് നമുക്കിങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ അതിന്റെ ഇത് വരും. ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും നമ്മൾ ജീവിക്കേണ്ട വചനങ്ങൾ വരും. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വചനങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് വായിച്ച് അങ്ങനെ ഗ്രഹിച്ചാൽ മതി. ഈശോയുടെ വംശാവലി അത് നമുക്കത് ജീവിക്കാൻ എടുക്കണമെന്നില്ല. പക്ഷെ അതിനകത്തൊന്നും കാണും ഇത്. പക്ഷെ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നത് എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ജ്ഞാനിയായ മനുഷ്യൻ. അവന് പ്രവർത്തിക്കുന്നവനാണ്. അവിടെ ഈശോ ജ്ഞാനത്തെ തിരിച്ചു. അതുവരെ ജ്ഞാനമായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരുന്ന ജ്ഞാനമുള്ളവൻ ജ്ഞാനിയായിരുന്നെന്നാ. ഈശോ വന്നപ്പോഴത്തേനും അത് മാറിയിട്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവന് മണ്ണ് മാന്തി പാറമേൽ അടിസ്ഥാനമിട്ട്
അതിനകത്തെല്ലാം ഒത്തിരി കാര്യങ്ങൾ പിന്നെയും കിടക്കുവാ വ്യാഖ്യാനിക്കാനേ. അപ്പൊ അത് അവിടെ ജീവിക്കുന്നവനാ, പ്രവർത്തിച്ച് ജീവിക്കുന്നവനാണ്, വചനം ജീവിക്കുന്നവനാണ് അവിടെ ജ്ഞാനിയായി മാറുന്നത്. അങ്ങനെ പോഷനാകുന്നത് ഇതെല്ലാം അറിയാമെങ്കിലും ഇത് പ്രവർത്തിക്കാത്തവൻ പോഷനോ. അല്ലാതെ ഈ വചനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മത്തവനല്ല പോഷൻ. വചനത്തെ കുറിച്ച് അവൻ അറിവുണ്ട് ഈ പോഷനും. ഈശോ അനുസരിച്ച് വചനം, ഈ പറഞ്ഞ വചനം അനുസരിച്ച് പ്രവർത്തിക്കാത്തവനാണ് പോഷൻ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുക. ഇപ്പൊ അനുദപിച്ച് നമ്മൾ സംസാരത്തിൽ ഇപ്പം ശിശുമാരുടെ ചോദ്യത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്, പിന്നെ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതമാണ് പിന്നെ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അല്ല നമ്മളതൊരു ആ വചനം എടുത്ത് അങ്ങനെ മാത്രമല്ലേ കിടക്കുന്നത്. ഈ സുവിശേഷം എടുക്കണമെന്ന് നമുക്ക് പിടി കിട്ടുന്നില്ലല്ലോ. സുവിശേഷം എടുക്കണം. ഇത്ര കുമ്പസാരിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഈ കുമ്പസാരിച്ച പാവങ്ങൾ ഇനി വേണ്ട. പക്ഷെ സുവിശേഷം വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോ പിന്നെ ഈ പാവം ഉണ്ടാകുകയല്ല. അങ്ങനെയാ. അപ്പം ശരിക്കും നമ്മൾ പറഞ്ഞ ഈശോയുടെ വചനം എടുത്ത് അതനുസരിച്ച് പുതിയ നിയമത്തില് ജീവിക്കാൻ തുടങ്ങും. നമുക്ക് തൊട്ടടുത്തത് ഓരോ കാര്യങ്ങളുണ്ടേ. നമ്മൾ മനസ്സിലാകും. അടുത്ത ഓരോ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവം പറഞ്ഞു തരും. നമുക്കിപ്പം തന്നെ മനസ്സിലാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു വായനയ്ക്ക് തന്നെ ഇന്ന ജീവിക്കണം നമുക്ക് മനസ്സിലാവുമല്ലോ. ആകുലപ്പെടേണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഇരുന്ന് ആകുലപ്പെടുമ്പോൾ ഈശോ പറഞ്ഞ മഹാവചനത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുകയല്ലേ. അങ്ങനെ ഇപ്പൊ ഓരോ കാര്യം എടുക്കുമ്പോൾ ഇങ്ങനെ ഈശോ പറഞ്ഞ ഓരോന്നും എടുക്കണേ. അപ്പൊ നമുക്ക് നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ച് ആകുലപ്പെടണ്ട, വസ്ത്രത്തെ കുറിച്ച് ആകുലപ്പെടണ്ട. അത് നമുക്കിപ്പോൾ തന്നെ തെളിവാണല്ലോ. 25 വർഷത്തെ വേണ്ട, ഒരു ദിവസത്തെ തെളിവ് ഉണ്ടായാലും മതിയല്ലോ. അങ്ങനെ ശരിക്കും ഈശോ പോറ്റും നമ്മളെ. ശരിക്കും ഈശോയുടെ നമ്മള് ഈ മാനസാന്തരപ്പെട്ട സുവിശേഷത്തെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ പിന്നെ ഈശോ പോറ്റിക്കോളൂ. നമ്മളെ എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം എന്നുള്ളത് ഈശോ അന്നേരം ഇത് ചെയ്യും. നമ്മളല്ല പിന്നെ തീരുമാനിക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം വെച്ചാൽ പൗലോസ്ലീഹയൊക്കെ ഓരോരുത്തർക്ക് അവര് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ച് ചിലയിടത്ത് ചെല്ലും. അന്നേരത്തിനും അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ പ്രസംഗിക്കണ്ടെന്ന് ഈശോയുടെ ആത്മാവ് പറയും. ഏഷ്യയിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾ പറയണ്ട. ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോഴത്തേനും പറയും, ഇവിടെ എനിക്കിഷ്ടം ഒത്തിരി ആൾക്കാരുണ്ട്, ഇവിടെ പ്രസംഗിച്ചു. അങ്ങനെയാ. അല്ലാതെ നമ്മളങ്ങ് പോയി നമ്മുടെ തീരുമാനമല്ല, പിന്നെ പരിശുദ്ധാത്മാവാ നയിക്കുന്നത്. വചനപ്രഘോഷണത്തിൽ പോലുവേ അങ്ങനെയുണ്ട്. അന്നേരം പിന്നെ നമ്മൾ നയിക്കപ്പെടുവാണെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കുന്ന പോലെയല്ല. ഈ സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ കുമ്പസാരത്തിൽ പറയുന്നത് ഇപ്പം നമ്മൾ ആകെ ചെയ്യുന്ന അതാ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പുരോഗമനം ഉണ്ടാകാതെ കിടക്കുന്നതേ. ഈ നമ്മൾ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഉള്ള പാവങ്ങളല്ലേ ഏറ്റു പറഞ്ഞിട്ട് എൻ്റെ പിഴ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പാവം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ബാക്കിയെല്ലാം അതേ ശക്തി നിൽക്കുകയല്ലേ. വിചാരത്താലുള്ളത്, വാക്കാലുള്ളത്, പ്രവൃത്തിയാലുള്ളത്, ഉപേക്ഷയാലുള്ളത്. പ്രവൃത്തിയാലുള്ള ഏതാനും നമ്മൾ ആകെ പറയുന്നുള്ളൂ. വിചാരത്താലുള്ളതൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് പറഞ്ഞു പോയേക്കും. പക്ഷെ ഇത് എന്തേരെ കിടക്കുന്നു, നമ്മൾ ഒരു ദിവസം എന്തേരെ വിചാരിച്ചു കൂട്ടുന്നു. ഇപ്പം നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് തന്നെ എന്തേരെ അതൊന്ന് നോക്കിക്ക്. ഈ ഏതാനും മണിക്കൂറുകളല്ലേ ചെയ്യുന്നത്, നമ്മളെ പരിധിപ്പെടാതെ അല്ലേ. ഇതുപോലെ നമ്മുടെ വിചാരത്താൽ ഇങ്ങനെ കിടക്കുമല്ലേ ഓരോ ദിവസത്തിന്റെ നമ്മളെ അതിന് കുറച്ച് അതല്ല നമ്മൾ വിചാരിച്ച് കൂട്ടുന്ന കാര്യമല്ലേ. അത് ഞാൻ പറഞ്ഞത്, അത് വചനം ജീവിക്കാൻ തുടങ്ങും. ഇത് പോകും നമ്മളിൽ നിന്ന്. കാരണം നമ്മൾ പിന്നെ വചനം ധ്യാനിക്കാൻ തുടങ്ങും, വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. വചനം നമ്മുടെ ഉപേക്ഷയിലുള്ള പാവങ്ങൾ അന്നേരം കുറയാൻ തുടങ്ങിയില്ല. നമ്മൾ വചനത്തിലല്ലേ എപ്പോഴും. അന്നേരം ഉപേക്ഷയിലുള്ള പാവങ്ങൾ നമ്മൾ കുറയും. വചനത്തിലെ ധ്യാനത്തിലാകുമല്ലേ നമ്മള്. വിചാരത്താലുള്ള പാവങ്ങൾ നമ്മൾ അന്നേരം നെഗറ്റീവ് കയറാതെ നോക്കണ്ടേ നമ്മള്. അന്നേരം കയറാതെ നോക്കും. ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഈശോയുടെ വചനത്തെ കുറിച്ച് തന്നെ ചിന്തിക്കും, ഈശോയെ കുറിച്ച് ചിന്തിക്കും. അന്നേരം വിചാരത്താലുള്ളത് കുറയും. അന്നേരം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഒട്ടും പ്രത്യഭാഷണം ഇല്ലാതെ ആകും. പിന്നെ വചനം മാത്രമാവും, വിലകെട്ടതൊന്നും പറയാതെ ആകും നമ്മളെ. അന്നേരം ആ വിചാരത്താലും വാക്കാലും ഉള്ളത് കുറയുമല്ലേ. പിന്നെ പ്രവൃത്തി അതനുസരിച്ച് പ്രവൃത്തിയിലുള്ള പാവം കുറയും. അന്നേരം പ്രവൃത്തിക്ക് നമുക്ക് അന്നേരം ഈ ഇങ്ങനത്തെ പ്രവൃത്തിയിലുള്ള പാവങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഊർജ്ജവും ബലവും നമുക്ക് അങ്ങനെ കിട്ടും. അന്നേരം പിന്നെ ഉപേക്ഷയിലുള്ള പാവം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഭയങ്കര ഒരു നെഗറ്റീവാണ്. കാരണം അവിടെ പുണ്യം ഉണ്ടാകേണ്ടതായിരുന്നു. പുണ്യം ഉണ്ടാകാത്തതാണ് ഈ ഉപേക്ഷയിലുള്ള പാപം എന്ന് പറയുന്നത്. അപ്പൊ പുണ്യം ഉണ്ടാകാത്തത് അതിൻ്റെ ഒരു വലിയ വോയിഡ് ഇവിടെ കിടക്കുക. നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത് 90% അതാണെന്നാ പറയുന്നത് ഈ ഉപേക്ഷയിലുള്ള പാവങ്ങളെ. അപ്പൊ അതിന്റെ വലിയ ഒരു ശൂന്യത അവിടെ കിടക്കുക. അവിടെ നമ്മൾ ഈ വചനത്തിലേക്ക്, ഈശോയുടെ വചനത്തിലേക്ക് നമ്മൾ നിരന്തരം നിന്ന് കഴിയുമ്പോൾ ഉപേക്ഷയിലുള്ള പാവങ്ങളുടെ ആ മേഖലകൾ കുറയാൻ തുടങ്ങും. നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അതനുസരിച്ച്, ഈശോയുടെ വചനം അനുസരിച്ച്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് ചെയ്യുവാണല്ലോ. ഉപേക്ഷയിലുള്ള ആ സമയം നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങുമല്ലേ. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ തന്നെ ഈശോയെ എന്നാ ഞാൻ അടുത്തത് ചെയ്യണ്ടേ, ഞാൻ ലോകത്തിന്റെ മിത്രമാകാതെ എന്നെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഉള്ളിനെ എന്ത് ചെയ്യുമല്ലേ. ലോകത്തോടുള്ള സ്നേഹം എന്നിൽ നിന്ന് കളയണമേ. കാരണം പിതാവിന്റെ സ്നേഹം അങ്ങനെയുള്ളവരിലില്ലല്ലോ എന്ന് നമ്മൾ അവബോധപ്പെടുക. അന്നേരം ലോകത്തോടുള്ള സ്നേഹം ആ വചനത്തിന്റെ ഇതില് നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ്
നമുക്കൊരു എത്തിക്കൽ പെർഫെക്ഷനിലേക്കല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനം അനുസരിച്ചുള്ള ഒരു പെർഫെക്ഷനിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വചനം ഫില്ല് ചെയ്യപ്പെടും അന്നേരം ശരിക്കും ഈശോ ഇങ്ങനെ ഒരു ഡിസെൻഡിങ് ഇതിൽ വചനം മാംസമായി നമ്മളോടുകൂടി വസിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പുറകിൽ നിന്ന് ഒരു അസെൻഡിങ് ഇതിൽ വചനം പാലിച്ച് ഈശോയെ പോലെ വചനം മാംസമായവരാവും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ മാംസമോ ആദത്തിൽ നിന്ന് ജനിച്ച ഒരു ജഡ മനുഷ്യനാണ് നമ്മൾ. അതിനെ ആത്മ മനുഷ്യനാക്കി മാറ്റുന്ന അങ്ങനെ വചന മനുഷ്യനാകത്തെ അന്നേരം അങ്ങനെ ആവും. ഉറപ്പാണ് കേട്ടോ. അത് ഭയങ്കര 100 ഉറപ്പ് കാര്യങ്ങളാണ്. അതിന് ഇച്ചിരി ബലം കൊടുത്താൽ മാത്രം മതി. പക്ഷെ അത് ഇതിപ്പം ജസ്റ്റിൻ ചോദിച്ചാൽ നന്നായി. കാരണം ഈ കുമ്പസാരത്തിലെ നമ്മൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമല്ലേ. ഇത് ഭയങ്കര ഒരു ബ്രേക്കിംഗ് തലമാണ് അത് അതിലേക്ക് വന്നാലേ. അല്ലെങ്കിൽ നമ്മൾ ആകെ ഈ കുമ്പസാരത്തിൽ ഉദ്ദേശിക്കുന്ന നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, അതും നമ്മൾ മിക്കവാറും ഏതാണ്ട് പ്യൂരിറ്റിയുടെ മേഖലയിലൊക്കെ ഉള്ളതായിരിക്കും നമ്മളൊന്ന് എടുക്കുള്ളേ പ്രധാനമായിട്ട്. അതൊന്ന് മാറണമെന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിലപ്പം ആഗ്രഹിക്കുക പോലും ചെയ്തു. ബാക്കി എന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞു മേഖലയല്ലേ ഉള്ളൂ, പ്രധാനപ്പെട്ട മേഖല. പക്ഷെ അതല്ല, എല്ലാം കൂടെ വേണ്ടേ. ഒരു കൽപ്പന ലംഘിക്കുമ്പോൾ എല്ലാ കൽപ്പനയും ലംഘിച്ചു. ഈ 10 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണം ലംഘിക്കുമ്പോൾ ഈ പ്യൂരിറ്റിയുടെ പ്രമാണം അങ്ങനെ ലംഘിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാം ലംഘിക്കുമല്ലേ അന്നേരം ഒരെണ്ണം ലംഘിക്കുമ്പോൾ. ഈ പാവം പറയുമ്പോഴും ബാക്കി എല്ലാ പാവാവസ്ഥകളും നമ്മൾ ഉണ്ട്. ബാക്കി എല്ലാത്തിനും ഉണ്ട്. ഒരെണ്ണം ലംഘിക്കുമ്പോൾ എല്ലാം ലംഘിക്കപ്പെടുമോ? അപ്പൊ ശരിക്കും ഒരു കുമ്പസാരം നടത്തുമ്പോൾ നമ്മൾ വചനം അടിസ്ഥാനത്തിൽ അടുത്തത് ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരുങ്ങി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള ഒരു മാനസാന്തരം പിന്നെ നടത്തേണ്ടത്. അല്ല നമ്മൾ ഈ പറയുന്ന ഏതാനും പാപങ്ങളിൽ നിന്ന് മാത്രമുള്ള ഒരു മാറ്റമല്ല. മാറ്റവും അതിനുവേണ്ടി എല്ലാ ഊർജ്ജവും കൊടുത്ത് അങ്ങ് ജീവിക്കുകയല്ല. സുവിശേഷം പൂർണ്ണമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഊർജ്ജം കൊടുക്കേണ്ടത്. അതാണ് നമുക്ക് പറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പുരോഗമിക്കത്തില്ല, യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നമ്മൾ വരത്തുമില്ല. അങ്ങനെയുണ്ട്. വീടായി മാറും. അത്രേ. അതെ. അവിടെ 7 ആൾക്കാരെ കൊണ്ട് മറ്റേ പുള്ളി വരികയും ചെയ്യും. അപ്പൊ ഈ കുമ്പസാരം കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഇപ്പൊ അടിച്ചു വാരി വൃത്തിയാക്കി അങ്ങനെ കിടക്കുള്ളല്ലോ. അപ്പം കറങ്ങിയിട്ട് തിരിച്ചു വരും. ആ ഒരു കുമ്പസാരത്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് അത് കാരണം നമ്മുടെ ഇവിടെ നമ്മള് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളൂ. അവിടെ ഈശോ വന്നിട്ടില്ലല്ലോ, ഈശോയും സുവിശേഷം വന്നിട്ടില്ലല്ലോ. വോയിഡായിട്ട് കിടക്കും. നമ്മളാകെ നമ്മുടെ ഉള്ളിലാകെ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു പാപം മാത്രം മാറിക്കിട്ടി അതൊന്നും ഓക്കെ ആകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അവിടെ ദൈവം പോലും ഇല്ല പ്രധാനമായിട്ട് പറഞ്ഞാലേ. ദൈവത്തോടുള്ള സ്നേഹമല്ല അത്. നമ്മളെല്ലാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ട് ഇതൊരു നല്ല ഭയങ്കര മേഖലയാണ്. ഈശോയോട് സ്നേഹം കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ആ പൂർണ്ണതയിലല്ല. നമ്മളവിടുത്തെ പിന്നെ നമ്മളെ പിന്നെ സെന്റർ അതാ. അപ്പൊ ഒരു പ്രാർത്ഥന ഒരു ലൈഫിലേക്ക് ഇപ്പൊ ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞിരിക്കുന്ന ഒരു ഇത് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഉദാഹരണം നമ്മളിവിടെ വന്നു, നല്ല എണ്ണയിലൊക്കെ വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയി ഈ ഒരു അവസ്ഥയിലൂടെ പോയി വീണ്ടും ഒരു ബോധ്യത്തിലേക്ക് വന്നു. ഇങ്ങനെ ഒരു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഈശോയുടെ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച കാര്യങ്ങൾ ഓക്കെ ആവുമോ? കാരണം സുവിശേഷത്തിൽ വിശ്വസിച്ച പോരാ, അത് സുവിശേഷത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നൽകപ്പെട്ട സുവിശേഷത്തെ എടുത്ത് ജീവിക്കാൻ തുടങ്ങണം. ഊർജ്ജം കൊടുത്തേ ഓരോന്ന് ജീവിക്കാൻ അടുത്തതിനുള്ള ഊർജ്ജം കിട്ടുവാണേ. കൃപയിൽ നിന്ന് കൃപയിലേക്ക് നമ്മൾ പുരോഗമിക്കുകയാണേ. അങ്ങനെയുണ്ട്. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പൊ പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിളിക്കുക. അപ്പം അതിനേക്കാൾ ഉപരി ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ആദ്യമേ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മളെ ഏകാന്തത ആവശ്യമാണോ? ഏകാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വരുന്ന വ്യക്തികളൊക്കെ ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ കൊന്ത ചെല്ലും, അങ്ങനെ കുരിശിന്റെ വഴി ചെല്ലും, അങ്ങനെ കുറെ വാചികമായിട്ടുള്ള പ്രാർത്ഥനകളാണോ അത് നമുക്ക് ഇങ്ങനെ വചനം അനുസരിച്ച്? ഏകാന്തത എന്ന് പറയുന്നത് തന്നെ നല്ലൊരു പോലെ നോക്കിയാൽ ജീവിതത്തിന്റെ നമ്മുടെ ഈശോയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഒരു ഏകാന്തതയെ ചിന്തിക്കേണ്ടത്. ഏക അന്തമാകുക, ഒരു ഒറ്റ ലക്ഷ്യമാകുക അതിന്റെ അർത്ഥം. വിജനത ഉണ്ടാകുക എന്നല്ല. അല്ല, നമ്മുടെ ഉള്ളില് ഈശോയും സുവിശേഷവും മാത്രം നമ്മുടെ മൂല്യമായി മാറുക. അങ്ങനെ ഈശോ അപ്പൊ നമ്മുടെ ജീവിതത്തില് ഞാൻ ഇന്നാലിങ്ങനെ ഷെയർ ചെയ്തില്ല, ഞാൻ കവിത പോലെ എഴുതിയിട്ടു. ലോകത്തിലെ ഏറ്റവും സുന്ദരനോട് എനിക്ക് അസൂയയില്ല, ഏറ്റവും ധനികനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തില് ഏറ്റവും അധികാരം കൊണ്ടുവരുന്നവനോട് അസൂയയില്ല. ഇതെല്ലാം നമ്മുടെ അസൂയയുടെ വിഷയം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനോട് എനിക്ക് അസൂയയില്ല, ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവിനോട് എനിക്ക് അസൂയയില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൂടെ കാണും. ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊക്കെയാ. അതങ്ങ് വെട്ടിക്കളയുവോ,
അതുമായിട്ട് ബന്ധപ്പെട്ട അതൊരു പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഈശോയോട് മാത്രമാണ് എനിക്ക് അസൂയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അർത്ഥത്തില്. നസറത്തിലെ ഈശോയോട് മാത്രമാണ് എനിക്ക് അസൂയ, അവനെ പോലെ ചുമ്മാ സ്നേഹിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് വരാനും ഉള്ള ഒരു അസൂയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏകാന്തതയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഏകാന്തത ഉണ്ടാകുന്നുള്ളൂ. അല്ല നമ്മൾ പിന്നെ ഇരുന്ന് നമ്മൾ എത്ര ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയിരുന്നാലും നമ്മൾ പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നമ്മൾ നല്ല ഒരു ജീവിതമൊക്കെ നയിച്ച് ഒരു നല്ലൊരു വ്യക്തിയായി മാറുമ്പോഴും നമ്മൾ നല്ല ആവണമെന്നായിരിക്കും നമ്മുടെ ഏകാന്തത. ഈശോയല്ല. ഈശോയെ സ്നേഹിക്കണമെന്നോ ഈശോയെ സ്നേഹിപ്പിക്കപ്പെടണം എന്നോ അല്ലായിരിക്കും നമ്മുടെ മുൻ ആഗ്രഹമേ. ജെസ്സിയുടെയൊക്കെ ആഗ്രഹം അതായിരുന്നു, ഈശോയെ സ്നേഹിക്കണം, മറ്റുള്ളവരാല് ഈശോയെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അത്ര ഒരു ഇന്റൻഷന്റെ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വരണം അന്നേരം. പിന്നെ അതാ ഏകാന്തത. അല്ല ചുമ്മാ നമുക്ക് ഏകാന്തത കുറെ വചനത്തിൽ നിന്ന് കുറെ ജ്ഞാനം ഒക്കെ കിട്ടിയിട്ടും അതിനും ഇതില്ലേ, ഈശോ ആയിട്ട് റിലേഷൻ കാണത്തില്ല അതിന്. ആ വ്യക്തിയോടുള്ളൊരു സ്നേഹം വേണ്ടേ? ഇതിന് ഇച്ചിരി കൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അതായത് ഏതാന്ന് വെച്ചാൽ ദൈവസാന്നിധ്യ സ്മരണയിലാണോ? സ്മരണയിലല്ല, ഈശോ എന്ന വ്യക്തി, ഈശോ വ്യക്തിയാണല്ലോ. ഈ വ്യക്തിയോട് നമുക്ക് പേഴ്സണൽ സ്നേഹം ഉണ്ടാകണം. വ്യക്തി ഇപ്പൊ നമുക്ക് ആ ഈശോയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് പിടികിട്ടാത്തൊരു, ഇപ്പൊ നമുക്ക് പിടികിട്ടിയാലായിരിക്കും അത്. ഈശോയെ സ്നേഹിക്കുകയാണ് ഇതിന്റെ ഈ വചനത്തിന്റെ ഇതെല്ലാത്തിന്റെ ഉദ്ദേശം. ഇപ്പൊ ഈശോയെ സ്നേഹിച്ച എല്ലാം ആവും. ഈ ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ സമം വിട്ട് പറഞ്ഞിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കുന്നു. അങ്ങനെ അതിലാ യോഹന്നാൻ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ അത് 15 തൊട്ടുള്ള വാക്യങ്ങൾ നല്ലപോലെ എടുത്തൊന്ന് വായിക്കുക. അതിനകത്ത് ഈശോ മുഴുവൻ ഇതും പറയുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും, അപ്പോൾ ഞാൻ പിതാവിനെ, പരിശുദ്ധാത്മാവിനെ തരുന്നതിന് പോലും ഈ ക്ലോസ് വെച്ച് പറഞ്ഞിരിക്കുന്ന ഈശോ അങ്ങനെയാ. അപ്പോൾ ഞാൻ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും, അപ്പോൾ പിതാവ് നിങ്ങളോടുകൂടി എപ്പോഴും ആയിരിക്കും ഒരു പരിശുദ്ധാത്മാവിനെ തരുന്ന, ഒരു സഹായനെ തരുന്ന പറഞ്ഞു. അപ്പോഴാണ് അടുത്തത് ചകലോട് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളൊക്കെ ഈശോ സത്യാത്മാവൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുന്നു. എന്നാലും നോക്കണം എന്നെല്ലാം സംഭവിക്കുന്നതെന്ന്. അവനെ പിതാവ് സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഈശോയും അന്നേരം നമ്മളെ സ്നേഹിക്കുന്നേ. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അവന് വെളിപ്പെടുത്തും എന്നാ പറഞ്ഞിരിക്കുന്നു. എന്നെ വലിയ കാര്യങ്ങൾ അന്നേരം നടക്കുന്നതെന്ന് നോക്കി ഈ ഒരൊറ്റ കാര്യത്തില. പിന്നെ ഇച്ചിരി കൂടെ താഴോട്ട് ചെല്ലുമ്പോൾ പിന്നെയും പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ പിതാവ്, വീണ്ടും അതാ പറയുന്നത്, പിതാവ് അവനെ സ്നേഹിക്കും. പിതാവ് സ്നേഹിച്ചാൽ പോലും നമ്മളെ, പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവന് വാസം ഉറപ്പിക്കും. ഒന്നോർത്ത് നോക്കി. മൊത്തം അത് അതിനകത്ത് പറഞ്ഞ ഈ നമ്മുടെ സ്പിരിച്വാലിറ്റി മുഴുവൻ ഇതിനകത്ത് ബൈബിള് യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകിച്ച് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് മനസ്സിലാവും. ഈശോയെ സ്നേഹിക്കുക, വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ സമമാണ്. കാരണം വചനം മാംസമായതാണല്ലോ, ഈ ദൈവമാണല്ലോ. അങ്ങനെ അന്നേരം അവൻ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടോളും, അവനിൽ പരിശുദ്ധാത്മാവ് വന്നോളും. അത് ഈ വചനം പാലിക്കുന്ന ഇതേ വചനം ദൈവമോ, വചനം ദൈവത്തിന്റെ ഇഷ്ടമോ. നമ്മളിത് എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്, അത് പുറത്ത് വേറൊരു ഇഷ്ടമല്ലത്. വചനമാണ് റിവീൽ ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെ പറയുന്നേ. അല്ലെങ്കിൽ ദൈവഹിതം പറഞ്ഞാൽ നമ്മൾ അതാ ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ നമ്മൾ ഓരോ വചനവും പാലിക്കുമ്പോഴേ നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് അതിന്റെ പൂർണ്ണ അർത്ഥത്തിലാവുക. അപ്പൊ നമ്മളിപ്പൊ നോക്കുന്ന പോലെ ഈ വചനം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് ചെതറി നമുക്ക് പിടികിട്ടാത്ത പോലെ അല്ല പിന്നെ കിടക്കാൻ പോകുന്നത്. പിന്നെ ഇതെല്ലാം ഒറ്റ പോയിന്റിലേക്ക്, ഈശോയിലേക്ക് തന്നെ ഇങ്ങനെ ഗാഥർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുവേ. എല്ലാം ഈശോയെ സ്നേഹിക്കുക, വചനം പാലിക്കുക എന്നുള്ള ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കടഞ്ഞു വരുവേ. അപ്പൊ നമുക്ക് നോക്കുമ്പോ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് പിന്നെ ഈശോയെ സ്നേഹിക്കുകയാണ് നമ്മുടെ ആഗ്രഹം എന്ന് ആയതുകൊണ്ട് നമ്മളെ ആരെങ്കിലും പീഡിപ്പിക്കുക, നമ്മൾ എന്തായാലും ഈശോ പറഞ്ഞിരിക്കുന്നത് അവരെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലേ. നമുക്ക് വേറെ ആലോചനയൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഇവന് എല്ലാ രീതിയിലും പ്രാർത്ഥിക്കാൻ ഒരു ഇതും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കാനാ. നമ്മൾ പ്രാർത്ഥിക്കും, ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശത്രുക്കളെ സ്നേഹിക്കും. അന്നേരം പിന്നെ ശത്രുക്കളില്ലല്ലോ നമുക്ക്. അങ്ങനെ നമ്മളാകുമല്ലേ. അന്നേരം ശരിക്കും നമുക്ക് മാനസാന്തര ജീവിതം നമ്മളിൽ നടക്കാൻ പോകുന്നതേ. അല്ലാത്തപ്പോഴൊക്കെ ഏതോ ഒരു നമ്മളെ കണ്ടീഷൻ ചെയ്ത കുറെ കാര്യങ്ങൾ അനുവർത്തിക്കാൻ വേണ്ടി നമ്മൾ മുഴുവൻ കൊടുക്കും, ഒരിക്കലും വിജയിക്കത്തുമില്ല. അങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ കെട്ടിയിട്ട് വെള്ളം തുടയുന്നു പറഞ്ഞ പോലെ പിറ്റേ ദിവസം നേരം വിളിച്ചു കഴിയുമ്പം നോക്കുമ്പോൾ വെള്ളം ഷട്ടി എടുത്ത് തന്നെ വെള്ളം കിടക്കും. അങ്ങനെ
അതിന് അടുത്ത സ്റ്റെപ്പ് വെക്കാന്നുള്ളൂ. ഇത് അങ്ങനെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോ ഇങ്ങനെ ഞങ്ങൾ ഒരു സ്വർഗം സന്തോഷിക്കുന്ന ഒരു മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ വിളിക്കണമേ, ഒരു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊക്കെ പറഞ്ഞോണ്ടേ, പിതാവിൽ നിന്നല്ലാത്ത കണ്ണുകളുടെ ആർത്തി ജഡമോഹം ജീവിതാന്തം മാറ്റിത്തരണേ എന്ന് ചങ്കൂരിക്ക് അങ്ങ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേൾക്കുന്നല്ലേ, ദൈവത്തിന്റെ ഇതനുസരിച്ച് പ്രാർത്ഥിച്ചാൽ അന്നേരം അതിന് പിന്നെ നന്ദി പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈശോയുടെ ഇഷ്ടമാണല്ലോ വചനം, അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ നമുക്ക് കിട്ടുവാ, ദൈവത്തിന്റെ ഇഷ്ടത്തോടെ കിട്ടുവല്ലേ അന്നേരം. അങ്ങനെ പ്രാർത്ഥിച്ചേ പറഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹമാകണം. ഇത് ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇതല്ല, നമ്മൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ണുകളുടെ ആർത്തി ജഡമോഹം ജീവിതം ഇത് മാറ്റുക എന്നുള്ളത് നമ്മുടെ കൊതിയ. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ ജീവിക്കുക നമ്മൾ ചെയ്യുമ്പോഴേ അതിനുള്ള ഇത് കൃപ തരും ഈശോ. അത് അല്ലാതെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും അന്നേരം വചനം അനുസരിച്ച് ജീവിതം നമ്മൾ ക്രമപ്പെടാൻ തുടങ്ങും. അന്നേരം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ വചനം അനുസരിച്ചാകണം, അല്ലാതെ ഇതാകരുത്. അന്നേരം നമ്മുടെ കാര്യത്തിൽ ഈശോ നോക്കിക്കോളും. നമുക്ക് വേണ്ടി ദൈവം അധ്വാനിച്ചോളൂന്നല്ലേ, നമ്മളൊന്നും ആലോചിക്കണ്ട. പഴനിയത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോളും. പിന്നെ മോശ പിന്നെ പറയുന്നുണ്ട്, മോശ അതല്ല പറയുന്നത്, ഇവരെല്ലാം കൂടെ വന്നു നിങ്ങൾ ശാന്തമായിരിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്നാ പറഞ്ഞു. അധ്വാനിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കേട്ടിട്ടേ അതങ്ങനെ ആക്കും, നല്ലപോലെ അങ്ങാക്കും, പ്രാർത്ഥിക്കും, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനാ പറഞ്ഞത്. കുമ്പസാരം അത് കഴിഞ്ഞിട്ടാ, അങ്ങനെ അങ്ങനെ കുമ്പസാരം വേണം. പക്ഷെ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ, സുവിശേഷം ജീവിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുതാപത്തിലേക്ക് വരണേ. അത് അത്ര നമുക്ക് സാധ്യം. അത് നമ്മുടെ ഒരു നമ്മൾ നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുന്ന ഒന്ന് ഭാഗ്യം ഒന്ന് ഓർത്ത് നോക്കില്ലേ. സ്വർഗം മുഴുവനേ അത്രയും നമുക്ക് സാധ്യതയുള്ള മനുഷ്യരെ, എത്ര മോശപ്പെട്ടവരാണേലും, എത്ര മോശപ്പെട്ട ഭാവിക്കുള്ള എല്ലാ വലിയ മഹോന്നതമായ ദൈവത്തിന്റെ വാഗ്ദാനം അത്. ഇന്ന് മാനസാന്തരപ്പെടും, സ്വർഗം സന്തോഷിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ നിരാശപ്പെട്ട് ഇത് ചെയ്യേണ്ടതല്ല. അപ്പൊ നമ്മള് വചനം വായിച്ചു നടക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പൊ ഒരാഴ്ച ഒന്ന് മുമ്പോട്ട് പോയി വചനമൊക്കെ ആയിട്ട് പോയി എഴുതിയൊക്കെ, അപ്പൊ ഭയങ്കര ഒരു മടി വരുവാ വായിച്ചുകൊണ്ടിരിക്കുമ്പോ, ഭയങ്കര ഒന്നും പറ്റണില്ല. അപ്പം എന്നെ ചെയ്യുക, നമ്മള് മടി മാറ്റണം. അത് നമ്മുടെ ജീവന്റെ പ്രശ്നമല്ലേ. മടി മാറ്റുകയെന്ന് വെച്ച് എനിക്ക് അതല്ല, നല്ല കണക്കൊരു മടി. ഇപ്പൊ ഒരാഴ്ച ശരിക്കും ഇപ്പൊ ഉദാഹരണം പറയും, ഇപ്പൊ കൊന്തതില്ലി അങ്ങ് പോയി, ജയമാലയൊക്കെ ചെല്ലി അങ്ങ് പോയി, ഭയങ്കര ഒരു സ്നേഹത്തിൽ പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പോയി ഭയങ്കര ഒരു അലസം, ഒന്നും പറ്റണില്ലാത്ത ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോ അതിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടോ? ഇല്ല, ജീവന്റെ പ്രശ്നമായതുകൊണ്ട് അത് വരുന്നില്ല. പക്ഷെ ഇതിനെ ജീവന്റെ പ്രശ്നമാക്കി ഇടാത്തതുകൊണ്ടാണ് ഈ വരുന്നത്. ഇടാത്തതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മടി വരുന്നില്ലല്ലോ. ചിലപ്പോ ഇതൊക്കെ വരുന്നതല്ലാതെ ഉറക്കത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നി, ഇപ്പൊ ഒരു രാത്രി ഇച്ച ഉറക്കം കിട്ടിയില്ലെങ്കിലേ അതിനുള്ള സമയം പകൽ കണ്ടെത്തും. കണ്ടെത്തിയോ? കാണും. അതെ, പ്രാർത്ഥനയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഇല്ല. ആത്മാവിന്റെ ആ ക്ഷീണത്തെ അത് ജീവന്റെ വിഷയമായിട്ട് എടുക്കുന്നില്ല. അത് പിശാച് കൊണ്ടുവരുവേ. അല്ല, ഇങ്ങനെ നമ്മളെ ഈ പ്രോത്സാഹിപ്പിക്കുമോ, ഇങ്ങനെ ഒത്തിരി ചെല്ലിക്കോ, അങ്ങനെ ഒരു പിശാച് അങ്ങനെ ഒരു ഗൈഡൻസ് വരുമോ? സാവകാശത്തിൽ പോയാൽ മതി. അല്ല, മടിക്കും കൊണ്ടുവരും, ഒത്തിരി ചെയ്യാനും പ്രോത്സാഹിപ്പിക്കും. രണ്ടിലേക്ക് പോകണ്ട. നമുക്ക് ഈശോ പറഞ്ഞ പോലെ സാവകാശത്തിൽ പോകാന്ന് വെച്ചാൽ എങ്ങനെയാവും? ക്ഷമാപൂർവ്വം. അതിപ്പോ നമുക്ക് നിരന്തരം ഓരോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ധൃതിയിട്ട് ഒരു ആവശ്യത്തിൽ പോകുന്നതിനേക്കാൾ ഓരോ ദിവസവും നമ്മള് വചനത്തിലേക്ക് വരിക. ഇപ്പൊ നമുക്ക് അറിയാവുന്നതൊക്കെ ജീവിക്കാൻ തുടങ്ങുക. അങ്ങനെ അപ്പം ഒരു ദിവസം ഞാൻ പറഞ്ഞപ്പോ ഒരു അധ്യായം അന്ന് പറഞ്ഞ വായിക്കുന്നല്ലേ ഉള്ളൂ. വായിക്കുന്നുള്ളൂ. അപ്പം വചനം വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുമ്പോൾ ഈശോ എന്നെല്ലാം നമ്മളോട് ജീവിക്കാൻ പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഞാനിങ്ങനെ ചെയ്ത എക്സസൈസുകളുടെ എക്സാമ്പിൾ കാണിക്കാം. എന്തെല്ലാം കാര്യമാണെന്നറിയോ സുവിശേഷത്തിലെല്ലാം കിടക്കുന്നു. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണ്ടേ. ഇത് എഴുതപ്പെട്ടത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ. മനുഷ്യപുത്രൻ അതുപോലത്തെ ഉദാഹരണമേ ഈ കഴിഞ്ഞോണം വായിച്ചപ്പോ അത് കിടക്കുന്നു 100 കണക്കിനാണ്. അത് നമ്മളോടുള്ള സ്നേഹം നമ്മുടെ ആ മനുഷ്യനുമായിട്ടേ ദൈവം അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ നമുക്കത് അന്നേരം ഈശോയുടെ ഇത് മനസ്സിലാകുന്നതേ. ഇപ്പൊ വേറെ ചിന്തകളും ഈ വചനം വായിച്ചോണ്ട് വേറെ ചിന്തിക്കാനും സമയം വരത്തില്ല. അതിന്റെ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴേ
വചനം നമ്മൾ നല്ലപോലെ ജീവിക്കും എന്ന് നമ്മൾ നല്ലപോലെ നമ്മുടെ അസ്തിത്വത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ പിശാചിന് പിന്നെ മനസ്സിലാവും ഇവന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാവും. അങ്ങനെ കാരണം വചനത്തിലേക്ക് നമ്മൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിന് നമ്മുടെ മേലെ ഒന്നും ചെയ്യത്തില്ല. പിശാചിന് മനസ്സിലാവും, അവന് ബുദ്ധിബോധം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അതിന് മടിയും മടുപ്പും ഒക്കെ കൊണ്ടുവരത്തുള്ളൂ. പക്ഷെ അതിന് നമ്മൾ ഇത് ചെയ്യണമെന്നേ ഉള്ളൂ. വചനം കൊണ്ട് അതിനും മടുപ്പ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, എന്റെ മുഴുവൻ എനർജി എടുത്ത് ഞാൻ വചനം കൃത്യം പറഞ്ഞു ചോദിച്ചിട്ട് ഓർക്കുന്നുണ്ടോ? അത് പിന്നെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് അങ്ങനെയുണ്ടല്ലേ. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നേ. അങ്ങനെ ഒരു വചനം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മുഴുവൻ എനർജിയോടുകൂടെ ഞാൻ അധ്വാനിച്ചെന്നാ പറയുന്നത്. സുവിശേഷത്തിന് എന്തോ അല്ല, ഈ ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി. ഈ മാനസാന്തരം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ദൈവം തരുന്ന ഒരു ഇതാണോ മാനസാന്തരം? എല്ലാവർക്കും മാനസാന്തരപ്പെടണം വിവേകെ. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മളെല്ലാം വാദത്തിലൂടെ വന്ന പാവത്തിന്റെ ഇതിലാണല്ലോ. ആ മാനസാന്തരം സ്വതന്ത്ര മനസ്സിന്റെ ഒരെണ്ണം കൂടെയാണ്. സ്വതന്ത്ര മനസ്സുള്ളതുകൊണ്ടാണ് ഈ മാനസാന്തരത്തിന് നമ്മളെ ദൈവം ക്ഷണിക്കുന്നതേ. അപ്പൊ നമ്മളിൽ കിടക്കുന്ന ജഡിക മനുഷ്യന്റെ നോളജുകളും അവന്റെ പ്രവണതകളിൽ നിന്നും മാറിയിട്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ പഠനങ്ങളിൽ നിന്ന് പോലും മാറേണ്ട ഒരെണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവനും അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ പ്രമാണം മുഴുവൻ ഫലിച്ചവനും ഒരു കാര്യം കുറവുണ്ടെന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ 119 സങ്കീർത്തനം അനുസരിച്ച് ഞാൻ കാണാതെ പോയ ആടാ എന്നെ തപ്പിവിടാനാണല്ലോ പറയുന്നത്. അത് അതിന്റെ പെർഫെക്ഷനിൽ ചെയ്യുമ്പോഴും. അപ്പൊ അങ്ങനെയുള്ളവനോടും മാനസാന്തരപ്പെട്ട് യഹൂദരോടാണല്ലോ ഇത് ആദ്യം പറയുന്നത്. സുവിശേഷത്തെ വിശ്വസിക്കാനാ പറയുന്നത്. കാരണം യഹൂദന്റെ അവർക്ക് വെളിപ്പെട്ട പഴയ നിയമത്തിന്റെ പൂർണ്ണതയെ ജീവിച്ചാലും ഈശോയുടെ കൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ സുവിശേഷത്തെ വിശ്വസിക്കാനില്ല മാനസാന്തരം പറ്റത്തുള്ളൂ. ചെറുപ്പം മുതൽ ഈ കൽപ്പനകൾ മുഴുവൻ പാലിച്ചവനും പഴയ നിയമത്തിന്റെ അല്ലേ ഉള്ളൂ. അവനും ഈ ഒരു കാര്യം കുറവാ പിന്നെ കിടക്കാൻ, പെർഫെക്ഷനിലേക്ക് വരാൻ, പരിപൂർണനാകാൻ ഒരു കാര്യം കുറവാ. അത് ഈശോ അനുഗമിക്കുന്ന കുറവാ. ആ ഒരു കുറവെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മർത്തായോടും മേരിയോടും പറയുന്ന അത് തന്നെയാണ്. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു കാര്യം മാത്രം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇവർക്ക് കുറവും. അപ്പൊ അത്ര ഈക്വൽ ആ കിടക്കുന്നേ. ഒരു കാര്യം കുറവുണ്ടെന്ന് പറഞ്ഞ ആ കാര്യം, ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളെന്ന് പറഞ്ഞ ആ കാര്യം, ആ കാര്യം ഈ കുറവുള്ള കാര്യം അത് ഈശോ അനുഗമിക്കുന്ന അത്ര നിർണായകം. അത് ഈശോ അനുഗമിക്കുമ്പോ ബാക്കിയെല്ലാം ഉണ്ട്. ഈശോയിലെല്ലാം പൂർത്തിയാകുമല്ലോ. നിയമം മുഴുവൻ ഈശോയിൽ പൂർത്തിയായില്ലേ. പ്രവചനങ്ങൾ മുഴുവൻ ഈശോയിൽ പൂർത്തിയായി. വാഗ്ദാനങ്ങൾ മുഴുവൻ ഈശോയിൽ ആമേനാണ്. അങ്ങനെ അതാണ് ഈ സുവിശേഷം അനുസരിച്ച്. അതാ സുവിശേഷം എന്ന് പറഞ്ഞ സുവിശേഷം. പിന്നെ വലിയ സുവിശേഷം പ്രസംഗിക്കുന്നേ. പണ്ടത്തെ അധ്വാനങ്ങളെല്ലാം നിർത്തി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമല്ലേ. അതനുസരണം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഈശോയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണല്ലോ. പോയി പ്രസംഗിക്കുന്നേക്കാൾ ഉപരിയാണ് ഈ ഒരു ജീവിതം. അത് നമ്മൾ ശരിക്കും ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നടന്ന് തന്നെ നമ്മളൊരു പ്രസംഗം നടത്തണേ. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളില് ഈ വിജാതിയരെല്ലാം കിടക്കുക. ഒരു ക്രൂരനായ ഒരുത്തൻ കിടപ്പുണ്ട്. അവനോട് ഈശോയെ പ്രസംഗിക്കണം. സൗമ്യനായി ഈശോയെ പ്രസംഗിച്ചിട്ട് അവനെ മാനസാന്തരപ്പെടുത്തണം. നമ്മളിൽ ഒരു ജഡികനായ വിജാതിയൻ കിടപ്പുണ്ട്. അവനോട് ഈശോയെ പ്രസംഗിക്കണം. എന്നിട്ട് അന്നേരം നമ്മൾ മാനസാന്തരപ്പെടും. നമ്മളോട് തന്നെ പറഞ്ഞു, അത് നമ്മളോട് പ്രീച്ച് ചെയ്യണം. അതെ, അങ്ങനെ ഒത്തിരി നമ്മുടെ വിജാതിയരാ കിടക്കുന്ന മുഴുവൻ. അവരെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച് മാനസാന്തരപ്പെടുത്ത മാംദിസയും കൊടുത്ത്, അതാ നേരെ അത് അവസാനം മാംദിസ കൊടുക്കാന്ന് പറഞ്ഞ് ഇതിനെ സ്ഥിരീകരിക്കുക, പിന്നെ ക്രിസ്തുവാക്കുക. അന്നേരം നമ്മളിലെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇനി ഞാനല്ല ജീവിക്കുന്നത്, പഴയ ചേട്ടായി എല്ലാം പോകെ ഈശോ എന്നെ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ നേരെ എന്നാലും പിന്നെ എല്ലാ കാര്യങ്ങളിലും ഈശോയാ. പറയണമെങ്കിൽ അത്ര ഈശോ ആകണ്ടേ. എന്നെ അനുകരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ ഹൃദയം കഠിനമല്ലെങ്കിൽ, കഠിനമാക്കാതിരിക്കുക, ഇന്ന് നമുക്ക് ഈ മാനസാന്തരം നടക്കും. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴേ പിന്നെ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഉത്സാഹമാവും. പിന്നെ നമുക്ക് അങ്ങനെ ഉത്സാഹത്തിൽ നോക്കുമ്പോൾ ഇഷ്ടം പോലെ വചനങ്ങൾ നമുക്ക് പാലിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉണ്ട്. നമ്മളൊന്നും ഇല്ലെന്നാ നമുക്ക് ചിന്തിക്കുന്നേ. നല്ലപോലെ ധ്യാനിച്ച് എഴുതിയിട്ടാലുണ്ടല്ലോ പേജുകൾ നമ്മൾ എഴുതും. പാവത്തെ കുറിച്ച് അങ്ങനെയല്ല. പാവം നമുക്ക് ഒന്നും ഇല്ലെന്നൊക്കെ ഓർത്തുകൊണ്ട് ചെയ്തിട്ട് നമ്മളൊരു സംസാരിക്കാൻ വേണ്ടി പാവം എഴുതുമ്പോഴേ പിന്നെ ബുക്ക് നിറയല്ലേ. ഇതിൽ പറയുന്ന പാടല്ലേ, ഇതിലേക്ക് പിന്നെ ഭയങ്കര സന്തോഷവും, പിന്നെ ഈശോയുടെ സമാധാനത്തിലും സന്തോഷത്തിലും
ജീവന്റെ സമൃദ്ധിയിലുമാണ്. നമ്മൾ ഓർക്കുന്ന ഇതാ ഭയങ്കര മരുഭൂമിയിലേക്ക് നമ്മൾ പോവുകയെന്നാ. പിന്നെ ഈശോയുടെ സന്തോഷത്തിലേക്ക് നമ്മൾ പോകുന്നത്, ഈശോയുടെ സമാധാനത്തിലേക്ക് നമ്മൾ പോവുക. പിന്നെ ഇതല്ലേ ശരിക്കും ഈശോയുടെ സന്തോഷവും സമാധാനം. ഈശോ ദൈവത്തിന്റെ ആണെന്ന് ഓർക്കണേ ഇതേ വചനം തരുന്നതേ. ഇത് ഈശോയായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. ഈ റോമാലേഖനത്തിൽ പറയുന്ന കണക്ക് ആകെ യേശുക്രിസ്തുവായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതത്തിൽ പിന്നെ ശിക്ഷാവിധി ഇല്ല അവർക്ക്. എന്നെ ശിക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു വചനമില്ല അവിടെ തന്നെ റോമാലേഖനം, ഈ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളിലെ വെളിപ്പെടുത്തി അത് എന്താ ഈ ഒരു ദൈവമക്കളിലെ ഈ ഒരു ജീവിതമാണോ? ജീവിതത്തിൽ നമ്മുടെ മനുഷ്യപാവം മൂലമാണ് ഈ സൃഷ്ടി. ഇവര് പാപം ചെയ്തിട്ടില്ല, അവർക്ക് ഫ്രീ വിൽ ഇല്ലല്ലോ, അവർക്കില്ല. ആദവും പാപം ചെയ്തപ്പോഴാണ് ഈ ദൈവം ശാപം കൊടുക്കുന്നത്. ആദത്തിന്റെ ഈ ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ശാപങ്ങള് വന്നത് മുഴുവൻ നമ്മുടെ പാപം മൂലമാണ്. അപ്പൊ നമ്മള് വിശുദ്ധരായി കഴിയുമ്പോഴത്തേനും ഇവരുടെ പാപം നമ്മള് നല്ലതാകുമ്പോഴേ ഇവരുടെ മാറത്തുള്ളൂ. അപ്പൊ ഇവര് ഇപ്പം ജീർണതയുടെ അടിമപ്പെടുത്തിയിരിക്കുക. അത് അവരുടെ സ്വന്തം ഇതെത്താലല്ല, അത് ദൈവം അടിമപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്. പക്ഷെ ഇത് നമ്മള് നമ്മുടെ ദൈവമക്കളായി നമ്മള് ഇതാകുമ്പോഴാണ് അവരും ആ മഹത്വത്തിലേക്ക് വരുന്നത്. അങ്ങനെ അപ്പൊ ഒരു നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നമ്മൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ചുറ്റുപാടും വിശുദ്ധീകരിക്കപ്പെടും. നമ്മളൊന്നും ചെയ്യേണ്ട, അവിടെ ഇരുന്ന് ഈശോനെ സ്നേഹിക്കും. നമ്മളന്നേരം ഈശോയെ പറയുവാണല്ലോ. നമ്മളന്നേരം കണ്ടുമുട്ടുന്നവരിലും അന്നേരം ആൾക്കാർ ഇങ്ങോട്ട് നമ്മളറിയത്തില്ല പിന്നെ സുവിശേഷം എങ്ങനെയാ പ്രസംഗിക്കുന്നതെന്നേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലായിരിക്കും. അന്നേരം പിന്നെ നമ്മൾ നടക്കുന്നതും ചിരിക്കുന്നതും എല്ലാം പിന്നെ സുവിശേഷമാണ്. നമ്മുടെ മുഴുവൻ ശരീര അവയവങ്ങൾ കൊണ്ടും നമ്മള് സുവിശേഷം പ്രസംഗിക്കാൻ. പിന്നെ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്ക് ഉപയോഗിക്കുന്നില്ല. പിന്നാലെ വചനം ഭയങ്കര ഒന്ന് പഠിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെ വചനം വെച്ച് അനുതാവും മാനസാന്തരം തന്നെ. പക്ഷെ വചനം ദൈവമാണെന്ന് വിശ്വസിക്കാനുള്ള ഭയങ്കര ഇതിലേക്കൂടെ വേണമേ. ദൈവത്തിന്റെ ഇപ്പൊ നമുക്ക് ഒരു ധാർമ്മിക ഉപദേശം പോലെയൊക്കെ നമ്മുടെ മനസ്സിൽ കാണത്തുള്ളൂ. ഇത് വചനം എത്രയോ സജീവമാണ്. അത് മജ്ജയിലേക്കും ഒക്കെ പ്രവേശിച്ച് ഈ സജീവമാണെന്ന് നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കുമ്പോഴൊന്നും എടുക്കാനും മടി, എടുത്തൊന്നും ഇങ്ങനെ ആ സജീവത്തെ കിട്ടുന്നില്ല. അത് അന്തോണീസ് ഉണ്ണിയാലിന്റെ ലൈഫിൽ അതാണോ ഉണ്ണീശോ ആയിട്ട് വരുന്നതിന്റെ? അതാണ്. പക്ഷെ മുന്നോട്ടുള്ള യാത്ര നമുക്കിപ്പം ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ കൂടുതൽ വരുന്ന ഒരു കാലമായിപ്പോഴേ. വന്നാലും നമുക്ക് ഈ വചനമെല്ലാം പഴയ കാലത്തൊന്നും ഇത്ര എടുത്ത് കാണത്തില്ലേ വചനവേ. അന്ന് സമീപസ്ഥമല്ലായിരുന്ന ആൾക്കാർക്ക് ആഗ്രഹിച്ചാൽ പോലും. കാരണം പ്രിന്റിംഗ് ഒന്നും വന്നില്ല. ഇപ്പോഴാണ് നമ്മൾ വാസ്തവം പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ ഭാഗ്യത്തിന്റെ ഭാഗ്യ മനുഷ്യരാണ് നമ്മള്. നമ്മുടെ കയ്യിൽ ഓരോരുത്തർക്കും ബൈബിള് യാത്ര ചെയ്യുമ്പോൾ എടുക്കാൻ വേണേ ബൈബിൾ എടുക്കാം. അല്ലെ പണ്ടൊരു കോപ്പി കിട്ടണമെങ്കിൽ ഇത്രയും കട്ടി കാണും ബൈബിള് എഴുതി കഴിഞ്ഞാൽ തോലയിലേ. അത് എഴുതേണ്ട എത്രയും പേര് വചനം ഇരുന്ന് എഴുതിയാൽ എത്ര സന്യാസികൾ ഇരുന്ന് എഴുതിയിട്ട് എത്രയും വചനം പല അടുത്തേക്ക് വന്നതേ. നമ്മളിപ്പോഴത്തെ പോലെ അന്നൊന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അറിയാതെ. പക്ഷെ അന്ന് ഇങ്ങനെ എഴുതണം, ഇരുന്ന ആൾക്കാരിരുന്ന് കോപ്പി ചെയ്ത് ഒരു ബോളി ഉണ്ടാക്കി എടുക്കണ്ടേ. അത് ഇത്രയും കട്ടി കാണും. അതിനനുസരിച്ച് ജീവിച്ചിട്ട് നമ്മൾ നോക്കി കാണുന്ന ലോകം ഒരു അന്നേരം തന്നെ ലോകം തന്നെ മാറും. നല്ലൊരു ഇത് കഴിയുമ്പോഴേ നമ്മളന്നേരം ശരിക്കും ഇമ്മാനുവേൽ ആകും. അതാണ് നമ്മളെ കൊണ്ട് ആദ്യം തൊട്ടേ ഇറങ്ങി നമ്മളെ തിരിച്ചപ്പം തന്നെ ഒരു സുവിശേഷവൽക്കരണം അല്ല വേണ്ട, ഇമ്മാനുവേൽ വൽക്കരണമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറിച്ച് അന്ന് അത് നമുക്കൊന്നും അറിയത്തില്ലാത്തൊരു വാക്കാണ് അങ്ങനെ ഈശോ ഇങ്ങനെ ഇത് ചെയ്തതേ. അപ്പൊ നമ്മൾ ശരിക്കും ഈശോയെ പോലെ ആവും. പിന്നെ ഈശോ ചെയ്യുന്ന പോലെയാ നമ്മൾ ചെയ്യുന്നതേ. നമ്മുടെ ജീവിതം മുഴുവൻ ഈശോ. അത് പൗലോസിലിയൊക്കെ അവസാനം പറഞ്ഞു എനിക്ക് ജീവിതം ക്രിസ്തുവാന്ന് പറയുന്നത് എന്നെ ഭയങ്കര വന്നറിയോ. ഞാൻ കുറച്ച് നാൾ മുമ്പ് വായിപ്പോ ഫോർ മീ ലൈഫ് ഈസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിലി ഒരു വാക്ക് പറയുന്നുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവാന്ന് പറയണമെങ്കിലേ അത് നമ്മളിപ്പം കേൾക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര സംഭവം അത്. പിന്നെ വേറെ ഒന്നുമില്ല, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഈസ് ക്രൈസ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, ജീവിതം മുഴുവനേ നമ്മള് മുഴുവൻ ക്രിസ്തുവിനെ റേഡിയേറ്റ് ചെയ്യുക. പിന്നെ മൊത്തമേ നമ്മളില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നു എന്നാ ഞാനല്ല, ഞാൻ ജീവിക്കുന്നുണ്ട് പക്ഷെ എന്നാ ഞാനല്ല, ഈശോ എന്നെ ജീവിക്കുന്നല്ല പറയും. അതിനോട് കൂട്ടിച്ചേർത്താ പിന്നെയും പറയുന്നതേ വേറൊരിടത്തായിരിക്കും എനിക്ക് ജീവിതം ക്രിസ്തു വന്നേ. അയ്യോ അതെന്നാ ഭയങ്കരമാണെന്നറിയോ. അയ്യോ അതൊന്നാ ഇപ്പൊ ഇത് കിട്ടിയപ്പോഴേ ഞാൻ ചുമ്മാ പറയും ഇടയ്ക്കല്ലേ എനിക്ക് അങ്ങനെ അതൊരു പറയുമ്പോഴേ ഫോർ മീ ലൈഫ് ഈസ് ക്രൈസ്റ്റ് നമുക്ക് ഭയങ്കരമാണ്. പിന്നെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മളിപ്പം പോലെയല്ല, നമുക്ക് തീ ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ പോലെ അല്ല, നമ്മുടെ ഉള്ളങ്ങ് കത്താൻ തുടങ്ങുമേ.
എല്ലാ ക്ഷീണവും മടുപ്പും നമ്മൾ ഈ നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മടുപ്പൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നതേ. അല്ല, നമ്മളിങ്ങനെ അലസത ഇതൊക്കെ നമ്മൾ കയറി വരുന്നത് കൊണ്ടാണ് ഈ സുവിശേഷത്തിന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മടുപ്പും ക്ഷീണമൊന്നും വരത്തില്ല. പിന്നെ ഇപ്പൊ ആലോചിക്കുന്ന പോലെ അല്ല. ഇപ്പം അപ്പസ്തോല പ്രവർത്തനമൊക്കെ വായിച്ചു നോക്കിയ പൗലോസിനെ എത്ര പ്രാവശ്യം കല്ലെറിയുന്നതും, ഒരു 3-4 അധ്യായം വായിക്കുമ്പോൾ തന്നെ ഒരിടത്ത് കല്ലെറിഞ്ഞ് ഇവരെല്ലാം കൂടെ അടിച്ച് പിറക്കിക്കൊണ്ട് ചത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരിടത്ത് ഇട്ടേച്ച് പോവുക. ഇന്ന് വായിച്ചാൽ അതുകൊണ്ട് പൗലോസിനെ കല്ലെറിയുവോ? ഒരു കല്ലേറെന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളെ ഒരു നെല്ലിക്ക വെച്ചറിഞ്ഞാൽ എന്നെ വേദനയായിരിക്കും അറിയോ? ഇത് ഗില്ലപ്പട്ടി എറിയുന്ന പോലെ കല്ലെറിയുമല്ലേ, കൊല്ലാൻ എറിയുന്ന. അതിന്റെ ഇടയ്ക്ക് എത്ര പേരുടെ അടി, എത്ര ഈ നമ്മൾ പൗലോസിലെ സ്വയം എഴുതിയിരിക്കുന്നതിനെക്കാത്ത അപ്പസ്തോല പ്രവർത്തനത്തിനകത്ത് ചുമ്മാ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. എത്ര പ്രാവശ്യം പൗലോസിനിട്ട് അടി കിട്ടുന്നു. ഇവരൊരു ന്യായാധിപന്റെ അവിടെ കൊണ്ടുപോയത് ഇവരെല്ലാം കൂടെ പൗലോസിലിയായി. അന്നേരം അവിടെ ചെന്നപ്പം ആ പുള്ളി ഇങ്ങനെ വാദം കേട്ടപ്പോഴത്തേനും പറഞ്ഞു, ഇങ്ങനെ വചനത്തെക്കുറിച്ചും ഇങ്ങനെ മതത്തെക്കുറിച്ചും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു പുള്ളി അതിൽ നിന്ന് മാറുക, ഗാലീസോ അങ്ങനെ ആരാണ്ട്. അന്നേരം ഇവര് ആ പുള്ളിയുടെ ആ അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് പുള്ളിയെ ഇത് ചെയ്യുവോ, ചാട്ടക്കടിക്കുവോ പൗലോസിനെ. അവരുടെ ആരുടെ അനുവാദം കൂടാതെ. പക്ഷെ പുള്ളി ഇടപെടുന്നുമില്ല. ഇതെല്ലാം പൗലോസ് ലേറ്റ് വന്നു. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ അധ്യായങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതൊന്നും. ഏറ് കൊടുക്കുന്നു. ഒന്ന് അപ്പസ്തോല പ്രവർത്തനം വായിച്ചു നോക്കി, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നറിയോ? ഈ കല്ലേറൊക്കെ കൊണ്ടുവച്ച് നമ്മൾ പറയുന്ന പോലെ പിറ്റേ ദിവസം തൊട്ടും ഇതല്ലല്ലോ. കല്ലേറ് കൊണ്ട് ഈ ചതവൊക്കെ ഒന്ന് മാറി പറയണ്ടേ, എല്ലാം ഒടിഞ്ഞു കേട്ട് കാണിയല്ലേ. അതൊക്കെ കൂടാതെയാണ് ഈ 5 പ്രാവശ്യത്തെ വേറെ അടി. ഇതൊക്കെ എണ്ണത്തിപ്പെടാത്ത അടികളാ. ഈ ഇന്ന് വായിച്ചതിനകത്തെ ചാട്ടയടിയൊക്കെ. ആ, മറ്റേത് 40-1 പറഞ്ഞുള്ള വേറെ ഔദ്യോഗിക അടികളാ അത്. അതെ അതെ, ബാക്കി നമ്പർ ഉറപ്പായിട്ടുള്ളത് അങ്ങനെ ഇട്ടതാ. അയ്യോ, അങ്ങനെയൊക്കെ അല്ലെ ഇവരെയൊക്കെ വായിച്ചാലേ ഇവര് സുവിശേഷത്തിന് വേണ്ടി കൊടുത്ത വിലകളെ. എന്നിട്ട് പിന്നെ പോവോ, പിന്നെ അവരുടെ യാത്രയെ. പിന്നെ നമ്മളങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആലോചിക്കുന്ന പോലെ നമുക്ക് സ്ഥല പ്രശ്നവും ലോകത്തിൽ എവിടെ നിന്ന് നമുക്കിത് ചെയ്യാവേ. നമുക്ക് പിന്നെ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാ സങ്കീർണമാണല്ലോ ഓരോ കാര്യങ്ങൾ, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ. നമ്മൾ ഈ അവസ്ഥയിലേക്ക് ആയി കഴിയുമ്പോഴത്തേനും ദൈവം എല്ലാം ഒരുക്കി ഇങ്ങനെ തരാൻ തുടങ്ങും. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു വിഷയം എടുത്ത് ഒരു ഇതിന് പഠിക്കാൻ വേണ്ടി സമയം എടുക്കാമെന്ന് കൂട്ടിക്കൂ, അതിന്റെ 1000-1 സമയമില്ലാതെ നമ്മൾ ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ അങ്ങനെ നമ്മുടെ മനസ്സെല്ലാം വേറെ എത്തിന്ന് മാറുമല്ലേ. മനസ്സിനെല്ലാം ഈ വിശുദ്ധിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മനസ്സിനെല്ലാം ബുദ്ധിക്ക് പ്രകാശം കിട്ടാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടും. നമ്മളൊന്നും അറിയണ്ട. നമ്മുടെ സ്വന്തം മനസ്സിൽ ഈശോയുടെ വചനത്തിന് തന്നെ സമർപ്പിച്ചാല് ബാക്കിയെല്ലാം അത് നമ്മൾ ബോധ്യപ്പെടുത്തണം. ഈ യോഹന്നാൻ 14 പറഞ്ഞിരിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കുന്നു. അന്നേരം അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ജോലിയോ കാര്യങ്ങളോ ഒന്നും നമ്മളൊന്നും അന്വേഷിച്ച് പോകാൻ ജീവിക്കാനാണ് ഈശോ നോക്കിക്കോളൂ. ഒന്നും നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ മടി ഉഴപ്പ് ഇതെല്ലാം കൂടെ അങ്ങ് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ സമയത്തെ വീട്ടിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അവരെ സ്നേഹിക്കാൻ പറ്റും. അവരെ ഈശോയുടെ ശരീരമായിട്ട് അവരെ സ്നേഹിക്കണമല്ലോ. നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കാന്ന് പറയുമ്പോൾ അപ്പനെയും അമ്മയും ഒക്കെ വെറുത്ത് ഉപേക്ഷിച്ച് അനുഗമിക്കാന്ന് പറയുന്നത് അവരെല്ലാം ഈശോയുടെ ഭൗതിക ശരീരം അവരെ ആ അവസ്ഥയിൽ വെറുത്ത് ഉപേക്ഷിക്കുക അമ്മയും അപ്പനുമായിട്ട്. എന്നിട്ട് അവര് ഈശോയുടെ ഭൗതിക ശരീരമായിട്ട് കാണാൻ തുടങ്ങുക. അപ്പൊ നമ്മൾ നേരത്തെ സ്നേഹിച്ചതിനേക്കാൾ വലിയ സ്നേഹം അവർക്ക് കൊടുക്കുന്നേ. പിന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നേ, നമുക്ക് തന്നെ നമ്മൾ ഈശോയുടെ ഭൗതിക ശരീരം. അപ്പൊ നമ്മളിപ്പം സ്നേഹിക്കുന്ന പോലെ അല്ല പിന്നെ സ്നേഹിക്കുന്നത്. ഈശോയുടെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ലേ, ഈശോയുടെ ശരീരമോ. ആ ശരീരത്തെ നമ്മൾ നന്നായിട്ട് നോക്കും. അതിന് അങ്ങനെ അപ്പൊ നേരത്തെ അത് പറയുന്ന ഒരു കാര്യത്തേക്കാൾ കൂടുതൽ ഒരു അനുസരണത്തിന്റെ അങ്ങനെ കണ്ട് സ്നേഹിക്കുമ്പോ മാതാപിതാക്കളോട് ഇപ്പം ഈശോയുടെ ഭൗതിക ശരീരം പോലെ ആവുക. അവരാ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈശോയുടെ ഇതനുസരിച്ച് നമ്മൾ പോയാൽ മതി. അന്നേരം അവരങ്ങനെയാണ്. അവര് ചിലപ്പോ അവര് മാനുഷികതയിലാണ് നിൽക്കുന്നെങ്കിൽ അവരോട് ഉപേക്ഷിച്ച് വേണമല്ലോ അങ്ങനെ ആകാന്. ചിലപ്പോൾ അവരങ്ങനെയല്ല പ്രകൃതിയിരിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേനും കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തോളൂ. ഓരോ കാര്യങ്ങളെ ആയിരിക്കുന്ന സാഹചര്യത്തില് ഈശോയുടെ സുവിശേഷം അനുസരിച്ച് ഈശോ അനുസരിച്ച് നമുക്ക് എപ്പോഴും പറ്റുന്നേ. നമുക്ക് എവിടെയും പറ്റും. അങ്ങനെ പറ്റണ്ടേ. ഏത് സാഹചര്യത്തിലായാലും ലോകത്തിലുള്ള എവിടെയായാലും നമ്മൾ ഈശോയുടെ സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയോ നല്ലപോലെ ഒന്ന് ജീവിക്കുകയാണെങ്കിൽ ആൾക്കാര് ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കും നിന്റെ ഈ സന്തോഷത്തിന്റെ കാരണം എന്നാടാ എന്ന് ചോദിക്കും. അതുവരെ കാത്തിരിക്കും. നമ്മൾ ഈശോ എന്ന് കണ്ടെത്തിയാലേ നമുക്കിപ്പോ ഒരു നല്ല പടം കാണുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് പറയല്ലേ അവിടെ ഇതൊന്നും മസ്റ്റായിട്ട് കാണണം കേട്ടോ എന്ന് പറയല്ലേ. സുവിശേഷം അനുസരിച്ചുള്ള ഒരു ഈശോയുടെ ഭൗതിക ശരീരത്തില്
ഏറ്റവും കൂടുതൽ സുവിശേഷം അനുസരിച്ച് ജീവിച്ച അമ്മയാണ്. അമ്മയാണ്. നമുക്ക് വേറൊരു ചിന്തയെ നമ്മൾ നല്ലപോലെ ആലോചിച്ച് നോക്കി, നമുക്ക് ഈശോയുടെയും മാതാവിന്റെയും മനസ്സിൽ കൂടെ വേറൊരു ചിന്ത ഒരിക്കലും വരത്തില്ല, വരാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അത്രയും പെർഫെക്ഷൻ ആ ഇതിന് കൊടുക്കുക മനസ്സിന്റെ ചിന്തയ്ക്കൊക്കെ. അല്ല, മാതാവിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ആ ഒരു മനുഷ്യ സ്ത്രീക്ക് പറ്റിയെങ്കിൽ നമുക്കും പറ്റുമെന്ന് അതിന്റെ ഒരു അർത്ഥമേ. വില കൊടുത്താലേ ഒരു പാസീവ് ആകാൻ പറ്റുമോ? എപ്പോഴേലും വന്ന് ഇത് നമ്മുടെ രക്ഷയെക്കുറിച്ച് നിസ്സംഗയായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമോ? മാതാവിനെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു ബ്രദറെ. അല്ല, ഈ അഗസ്തീനോസ് ഉണ്ണിയാണല്ലോ എന്തോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അമ്മയെ ഇങ്ങനെ ദൈവപിതാവ് ഇങ്ങനെ ഒരു അത് തന്നെ അതിന്റെ പ്രത്യേക ഇത് ഈശോയുടെ രക്ഷാകര യോഗ്യതകളാല് അമലോത്ഭവം കൊടുത്തു, നിത്യവിശുദ്ധയായി. അങ്ങനെ അതേ ഉള്ളൂ. അത് ആദത്തിന് ഓയ്ക്കുണ്ടായിരുന്നു. മാതാവിനെ പോലെ തന്നെ ഉണ്ടല്ലോ, അവര് പാലിച്ചില്ലല്ലോ. അങ്ങനെ മലാഹമാർക്ക് ലൂസിഫറിനും കൂട്ടുകാർക്കും അതി കൂടുതലും ഉണ്ടായിരുന്നു. അങ്ങനെ അവരും പാലിക്കാത്തതല്ലേ. അതും ഉള്ളത് കൊണ്ട് മാത്രമല്ല മാതാവും പാലിച്ചതെന്ന് നമ്മൾ ഓർക്കണം. അത് അവർക്ക് മറ്റു മലാഹമാർക്ക് മാതാവിനുള്ളതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു അവസ്ഥകളെ. ആദത്തിന് ഓയ്ക്കുണ്ടായിരുന്നു അതിനേക്കാളും നല്ല അവസ്ഥ. അങ്ങനെ അപ്പൊ അവര് പാലിച്ചില്ലല്ലോ. അപ്പൊ മാതാവിന് ഇത് ഉണ്ടായിട്ട് പാലിച്ചാന്നല്ല നമ്മൾ കരുതണ്ടേ. മാതാവിന്റെ ആ ദൈവസ്നേഹമാണ്. അത് കൊടുത്തു, അത് വേറൊരു ഇത് കൊടുത്തു. അത് ഉണ്ടായിട്ടല്ല, അതുണ്ടായിരുന്നവർ പാലിച്ചില്ല. അതുണ്ടായിരുന്നോണ്ട് പാലിക്കപ്പെടണമെന്ന് നിർബന്ധമില്ലെന്നുള്ളതിന്റെ തെളിവാണല്ലോ അത്. അപ്പൊ മാതാവിൻ്റെതാണത്, കൃപയോട് സഹിച്ചേ. അപ്പൊ അങ്ങനെ ഒരു മാതാവിനെ പറ്റിയെങ്കിൽ അത് ഉച്ചയൊക്കെ പറയുന്ന മാതാവിനെ കുറിച്ച് ഒത്തിരി വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മളെ പോലൊരു മനുഷ്യശ്രീ, ആ മനുഷ്യശ്രീ അവളുടെ സാധ്യതയിൽ എത്രമാത്രം ദൈവകൃപയോട് സഹകരിച്ചു അത് നമുക്ക് പറ്റുന്ന. അല്ലാതെ ഒരു അസാധ്യമായ ഒരു അതിശയ മനുഷ്യത്തി അല്ല ഇത്. അതിശയിക്കാനല്ല, നമുക്ക് മോഡലാണ് അമ്മയെ. കൊച്ചേസ അതാ പറയുന്നത്, അച്ഛനാകാൻ പോലും തീരുമാനിക്കുന്നതാ വൈദികനാകാനായിട്ട്. കൊച്ചേസയ്ക്ക് അറിയത്തില്ല. എന്നാൽ ഈ മാതാവിനെ കുറിച്ച് എല്ലാവരും പ്രശംസിച്ച് ഒത്തിരി പറഞ്ഞ് മാതാവിനെ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ അമ്മയെ നമുക്ക് അനുഗമിക്കാൻ പറ്റുന്ന ആകണമല്ലോ. അപ്പൊ ആ അമ്മ നമുക്ക് വലിയ അതിശയ അകലത്തിലേക്ക് മാറ്റിയത് കൊച്ചേസയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ദൈവള് കിട്ടിയാല് ഞാനൊരു വൈദികനാകും, വൈദികനായിട്ട് ഞാൻ മാതാവിനെ കുറിച്ച് ഒരു പ്രസംഗം പറയണം. അതാ കൊച്ചേസയുടെ ഉദ്ദേശം വരുന്നത്. വൈദികനാകാനുള്ള നിയോഗകാര്യം കുർബാന എല്ലാനല്ല. മാതാവിനെ കുറിച്ച് ഇവരെല്ലാം കൂടെ ആശ്ചര്യപ്പെട്ട് നടത്തിയ പ്രസംഗങ്ങള് അങ്ങനെയല്ല. എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അത്രയും മതി മാതാവിനെ കുറിച്ച് ചിന്തിക്കാനും പറഞ്ഞുകൊണ്ട് ഒരു കവിതയായിട്ടുണ്ടല്ലേ. നമുക്കൊരു വലിയ ഇതാതെ മാതാവിന് അങ്ങനെ പറ്റിയില്ല. ഒരു ദൈവത്തിന്റെ ചിന്തയ്ക്ക് ഒപ്പമായിട്ടേ എന്നും പിന്നെ അങ്ങ് നിൽക്കുകയല്ലേ. അതല്ലേ ഈ അമ്മ എന്ന് പറഞ്ഞ കർത്താവിന്റെ അവൻ പറഞ്ഞതും അവനെക്കുറിച്ച് പറഞ്ഞതും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചേ. അവർക്ക് മനസ്സിലായില്ലെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ഈശോ 12ാമത്തെ വയസ്സിൽ പറഞ്ഞ പോലെ കാര്യങ്ങളെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈശോ അടുത്തുണ്ട്. ഈശോയോട് ചോദിച്ചില്ല ഈശോ ഇത് തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വായിച്ച് മനസ്സിലാക്കാനല്ല ശ്രമിച്ചത്. അത് പറഞ്ഞതും പറയപ്പെട്ടതും അങ്ങ് ആ രഹസ്യത്തിൽ തന്നെ ഉള്ളിലോട്ട് സ്വീകരിക്കുകയല്ലേ. അല്ല ചോദിച്ചെന്നാൽ ഇത് ക്ലിയർ ആക്കി അങ്ങനെ വെച്ചേക്കാന്നല്ലല്ലോ. അങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാകാത്തതൊക്കെ. അങ്ങനെ ഈ വചനമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാകാത്തതും ഇത് കണക്ക് തന്നെ അത് മാതാവിനോട് ചേർന്ന് അമ്മയോട് നമുക്ക് നല്ലപോലെ ജീവിക്കാവുന്ന ഒരു മനസ്സിലാകുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മള് കത്തോലിക്ക മതബോധഗ്രന്ഥം വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അമ്മയോട് ചേർന്ന് ഇങ്ങനെ മനസ്സിലാവുന്ന കാര്യങ്ങള് അപ്പൊ വായിച്ചു പോകുമ്പോ ഉള്ളിൽ പിന്നെ നമ്മള് ജീവിതകാലം മുഴുവൻ പാലിച്ചാലും അതിന്റെ ജീവിക്കാൻ മാത്രം വചനം കിടക്കുമല്ലോ. നീ മനസ്സിലാക്കിയില്ലാത്തത് കൊണ്ട് എടുത്ത് ഈ പരിശുദ്ധ പിതാവിനെ കുറിച്ച്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്നതിന്റെ അതിന്റെ ഒരു ആവശ്യകതകൾ ഒന്ന് കൂടുതൽ അറിയാൻ ഒരു ആഗ്രഹമാണ്. വേറെ ഒന്നുമല്ല, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല, ചിന്തയില്ല. പക്ഷെ ഒരു ഭയങ്കര ഒരു സ്നേഹമുണ്ട് പരിശുദ്ധ പിതാവ് എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ നിന്നാണ് താൻ കിട്ടിയത്, വേറെ എവിടെ നിന്നുമല്ല. തിരുസഭയോട് ചേർന്നിരിക്കാനും പരിശുദ്ധ പിതാവിന്റെ ഓരോ കാര്യങ്ങൾ പിതാവ് പറയുന്നത്. അപ്പം ആ ഒരു സ്നേഹമുണ്ട്. അപ്പം അതിന്റെ ഒരു ആവശ്യകത നമ്മുടെ പരിശുദ്ധ പിതാവ് എന്ന് പറയുമ്പോൾ ആ വലിയൊരു അപ്പൻ, ആ അപ്പനോട് നമ്മൾ ഉള്ള ആ സ്നേഹമേ ഓരോ പ്രാർത്ഥനകളിലും ഒക്കെ
ഉണ്ടാവേണ്ട ആ പരിശുദ്ധപിതാവിനെയും ചേർത്ത് വെച്ച് ഇപ്പൊ കുഞ്ഞാണെങ്കിൽ പോലും കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് തന്നെയല്ല ഒരു അനുഗ്രഹമായിട്ട് വരുന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അതിന്റെ ഒന്ന് ആവശ്യം ഒന്ന് പറഞ്ഞു തരാമോ? അത് മാർപ്പാപ്പ എന്ന് പറയുന്നത് ശരിക്കും പത്രോസിന്റെ പിൻഗാമിയാണ്. ഇപ്പൊ ഞാൻ ഈ വീടച്ഛന്റെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴും വീടച്ഛനൊക്കെ അതിനകത്ത് പറയുന്നത് ന്യൂമാൻ പിതാവിനെ അങ്ങനെ വലിയ വിശുദ്ധരെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. പത്രോസ്ലീഹ തന്നെയാണ് ഈ 264 മാർപ്പാപ്പമാരിലും ജീവിച്ചു പോരുന്നത്. ഈശോ നമ്മുടെ ബാക്കിയുള്ളവർ ജീവിക്കുന്നത് പോലെ ഈ 64 മാർപ്പാപ്പമാരാണ് ഉണ്ടായത്. 66 പക്ഷെ അത് ഒരാൾ 3 പ്രാവശ്യം ആയതുകൊണ്ട് അത് നോക്കണ്ട, അത് 64 കൂട്ട്. അപ്പൊ അവരിലെല്ലാം പത്രോസ്ലീഹയാണ് ജീവിച്ചു വരുന്നത്. പത്രോസ് എന്ന് പറയുന്നത് പത്രോസ് ആകുന്ന പാറമേല് അപ്പസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേല് ഈശോ ആകുന്ന മൂലക്കല്ലിന്മേലാണ് ഇത് സഭ പണിതിരിക്കുന്നത്. അത്രയും ഇതാ പത്രോസിന്. വത്തിക്കാൻസിനകത്ത് അങ്ങനെയല്ലേ, പത്രോസ് ആകുന്ന പാറമേല് ഇച്ചിരി കൂടെ നല്ലപോലെയാണ്. പിന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഞാനത് അപ്പസ്തലന്മാരാകുന്ന അടിസ്ഥാനം നമ്മുടെ പെരത്തറ, മറ്റേ പാറ ഒരു ഇത് വേണമല്ലോ ഉറപ്പുള്ളത്. ആദിശിലെന്നല്ല, ഒരു വീട് വെക്കുന്നതിന്റെ ഉദാഹരണത്തിലേ. അപ്പൊ പെരത്തറ അപ്പസ്തലന്മാര്, അതിനുള്ള ബേസിസ് ആ ഒരു പാറയാണല്ലോ അത് പത്രോസ്. അതിന്റെ മേലാണ് ഈ തറ കെട്ടിയിരിക്കുന്നത്. അതിന്റെ മൂലക്കല്ല് ക്രിസ്തു. അങ്ങനെ 3 എണ്ണമാണ്. പത്രോസ് ഏറ്റവും ആദ്യത്തെ ആ വലിയ പാറ പത്രോസ്. അതിന്റെ മുകളില് പെരത്തറ, ദൈവ ഭവനത്തിന്റെ പെരത്തറ, അത് അപ്പസ്തോലന്മാർ. ഇതിനെല്ലാം യോജിപ്പിക്കുന്ന മൂലക്കല്ല് ക്രിസ്തു. അങ്ങനെയാണ്. അതാ നമ്മളെന്നാലും ഒന്ന് എഴുതിയെടുത്തതിനകത്താണ് യോജിപ്പിക്കുന്ന. മൂലക്കല്ല്, ആണിക്കല്ലല്ല, മൂലക്കല്ല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുന്ന മൂലക്കല്ല് എന്ന് പറയുന്നത് അങ്ങനെ ഒരെണ്ണമുണ്ടേ. അത് വചനത്തിലൊക്കെ ഇതില് നമ്മൾ ഉൾപ്പെടുന്നു. അങ്ങനെയാണ് അതിന്റെ ആ വലിയ ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ സംവിധാനം അങ്ങനെയാണ് ഉണ്ടായ. കുഞ്ഞനുസരിച്ച് ഇനി ജനിക്കാൻ. അപ്പൊ അന്നേരം നമ്മൾ നോക്കേണ്ടത് ഈ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് പത്രോസില, അല്ലാതെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ചുമ്മാ ഒരു അന്തരീക്ഷത്തില് ഇവിടെ ഒരു സ്ഥാപിച്ചിരിക്കുന്നതല്ല. അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് ഈ പത്രോസാ. പത്രോസ് ശിമയോനെ നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ ഭവനം പണിയെന്നല്ലേ പറഞ്ഞു. അത്രയും ബേസിസ് ആയത് ഇതിന്റെ. അല്ലാതെ ശരിക്കും ഈ ഭൂമിയിലൊന്നും അല്ല സ്ഥാപിച്ചിരിക്കുന്നത്. ഭൂമിയിലല്ല ഇത്. അതിന്റെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് പത്രോസിന്റെ മേലാ. പത്രോസിന്റെ പിൻഗാമികളുടെ മേലുമാണ്. അത്രയും നിർണായകത്വമാണ് ഇവർക്ക്. ഭൂമിയിലല്ല ഇത്, ഈ വ്യക്തിയിലാ വെച്ചിരിക്കുന്നേ. അങ്ങനെ പത്രോസിലേക്കും അത്ര ഒരു പ്രാധാന്യമുണ്ട്. അത് നമുക്ക് വചനത്തിനകത്തൊക്കെ. അതാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ വചനത്തിനകത്ത് എനിക്ക് വിശുദ്ധരൊക്കെ വ്യാഖ്യാനിച്ച് വെച്ച് പറയുന്ന അതാണ്. ബാക്കിയുള്ളവരുടെ പേര്, അതിന്റെ നമ്പർ കൃത്യം ഞാൻ മറന്നുപോയി. മാതാവിനെ പോലും അവിടെ ആ വലിയ പ്രാധാന്യത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ബാക്കി അപ്പസ്തോലന്മാരെ ഒക്കെ 10ഉം 12ഉം പ്രാവശ്യം ഒക്കെ പേര് പറയുമ്പോൾ പത്രോസിന്റെ പേരാണ് 124 പ്രാവശ്യം. അങ്ങനെ ഒരു നമ്പറുണ്ട്, ഒരു 100 കവിഞ്ഞുള്ള ഒരു നമ്പറാണ്. അപ്പൊ അത്രയും പ്രാധാന്യം ഉണ്ടായിട്ട് നമ്പർ വീണ്ടും ഇവരോടൊക്കെ ഇത് കാണുമ്പോഴും ഈശോ ഉയർത്ത രഹസ്യം കാണുമ്പോഴും ആദ്യം ഇവർ പറയുന്ന അതല്ലേ, നിങ്ങൾ പോയി പത്രോസിനോടും ശിഷ്യന്മാരോടും പറയാൻ. അവിടെ പത്രോസിന്റെ പേര് ഏറ്റു എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ പത്രോസിനോടാ പറയുന്നത്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി അല്ല പ്രാർത്ഥിച്ചത് ഈശോ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പിശാശേ നിങ്ങളെ പതിര് പോലെ പാറ്റും. പത്രോസിനോടാ പറയുന്നത്. പത്രോസെ, പിശാശ് നിങ്ങളെ പതിര് പോലെ പാറ്റും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. ഈശോ പ്രാർത്ഥിച്ചു പത്രോസിനോട്. അല്ല, അപ്പസ്തലന്മാർക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. നീ തിരിച്ചു വന്നിട്ട് നിന്റെ സഹോദരങ്ങളെ ഇത് ചെയ്യണമെന്നാ പറയുന്നത്, അവരെ ധൈര്യപ്പെടുത്തണമെന്ന്. അങ്ങനെ വചനത്തില് ഇത് മുഴുവൻ അങ്ങനെയാ പത്രോസിലാ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല, ദൈവം തീരുമാനിച്ചതാ. അപ്പൊ അത് പത്രോസിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ നിഴല്. ദൈവത്തിന്റെ നിഴല്, ഈശോയുടെ ക്രിസ്തുവിന്റെ വികാരി. അങ്ങനെയാ. എന്നിട്ട് മാർപ്പാപ്പമാരെ കുറിച്ച് പിന്നെ പറയുന്നത് പത്രോസിന്റെ ക്രിസ്തുവിന്റെ വികാരി. മാർപ്പാപ്പമാരെല്ലാം അങ്ങനെ പിന്നെ പറയുന്നത് ക്രിസ്തുവിന്റെ വികാരി, ദൈവത്തിന്റെ നിഴലായിട്ടും ക്രിസ്തുവിന്റെ വികാരിയായിട്ടും പത്രോസിന്റെ പിൻഗാമിയായിട്ടുമാണ് പിന്നെ തുടരുന്നത്. അങ്ങനെ തുടരുന്നത് മാർപ്പാപ്പമാര്. അപ്പൊ അത്രേ ഇതാ കിടക്കുന്നത്. അപ്പൊ അത് ദൈവത്തിന്റെ നിഴല് പോലെ. ദൈവത്തിന്റെ നിഴലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നെ ഇതാളാ. നിഴലെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഇതല്ലല്ലോ, അല്ല, ക്രിസ്തുവിന്റെ വികാരിയാ. അതങ്ങനെ. ഈശോ സഭയുടെ അദൃശ്യ തലവനാണെങ്കിൽ സഭയുടെ ദൃശ്യ തലവൻ മാർപ്പാപ്പയ. ദൃശ്യ തലവൻ അത്രയും സ്ഥാനത്താണ് നിൽക്കുന്നേ. ബാക്കി എല്ലാവരും കൂടെ അല്ല. തല
എന്ന് പറയുന്ന ചിന്തയും ഇതുമെല്ലാം വരുന്ന തലേന്നല്ലേ, അത് പത്രോസിലാ. ബാക്കി എല്ലാവരും കൂടെ കൂടുന്നതാ ശരീരം. പക്ഷെ പത്രോസ് അത്രയും ഇതിലാണ് നിൽക്കുന്നത്, മാർപ്പാപ്പന്മാര്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാത്തിന്റെയും തലേന്ന് പറയുന്ന ശിലാകേന്ദ്രമാണ്, എല്ലാത്തിന്റെയും ഒരു കേന്ദ്രമാണല്ലോ. അവിടെയാണ് ഇതിന്റെ എല്ലാ സോഴ്സ് കിടക്കുന്നതേ. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുക, അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അത് ദൈവം സ്ഥാപിച്ച സംവിധാനത്തിന്റെ അതിന് പറയുന്ന ഒരു ആണിക്കല്ല് പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ അപ്പൊ അത് നമുക്കത് ഈശോയോടുള്ള സ്നേഹം തന്നെയാണ്. പത്രോസിനോടുള്ള സ്നേഹം ഈശോയോടുള്ള സ്നേഹം തന്നെ. അത് മാർപ്പാപ്പന്മാര് അവരുടെ പിൻഗാമികളാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ നമ്മുടെ അപ്പന്റെ സ്ഥാനത്ത് പോലും അല്ല, അപ്പം സ്ഥാനത്ത് നിർത്തിയ അപ്പന്റെ ഒരു ആത്മീയ അപ്പന്റെ ഭൂമിയിലെ ദൈവത്തിന്റെ നിഴല് ക്രിസ്തുവിന്റെ വികാരി ആണ്, പത്രോസിന്റെ പിൻഗാമിയാണ്. അത്രയും വലിയ സ്ഥാനത്ത് അവരിയ്ക്കുന്നത്. അത് 3 സഭയുടെ കാണും. കാരണം ഇവിടെയാണല്ലോ, ഇവിടെ പ്രഖ്യാപിക്കുമ്പോ ആണല്ലോ അവിടെ വിശുദ്ധരാകുന്നത്. അല്ലാതെ അവിടെ പ്രഖ്യാപിച്ചാലും വിശുദ്ധരാകുന്നില്ല. ഇവിടെ മാർപ്പാപ്പ അവസാനം പറയുന്നിടം വരെ ആകുന്നില്ലല്ലോ. അങ്ങനെയുണ്ട്. അതാ ഈശോ പറഞ്ഞത്, നീ സ്വർഗത്തിൽ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടും. തിരിച്ചല്ല, ഭൂമിയിൽ കെട്ടുന്ന എല്ലായിടത്തിന്റെ മേലും അതിന്റെ ഒരു ഇത് കിടപ്പുണ്ട്. പരിശുദ്ധ പിതാവ് ആക്കുന്നത് വിശുദ്ധി ഈശോയിലൂടെ അങ്ങനെ ആക്കുവാണല്ലോ വിശുദ്ധ പദവിയിലേക്ക് അല്ലേ. ഓഹോ, അപ്പൊ ഒരു വിശുദ്ധനാണെങ്കിൽ കൂടി പോലും ഈ പത്രോസിന് പിൻഗാമി പറയണം. വിശ്വാസ സത്യം പറയണേലും പത്രോസിന്റെ പിൻഗാമിയാ പറയണ്ടേ. അങ്ങനെ അവര് പ്രഖ്യാപിക്കുന്നത്. പത്രോസ് പൗലോസ്ലീഹന്മാരുടെയും എന്റെയും അധികാരം ഉപയോഗിച്ച് എന്ന് പറഞ്ഞോണ്ടാ പറയുന്നത്. ഈ മാതാവ് നിത്യ കന്യകയും മാതാവ് ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് ഞാൻ ആദ്യാവസാനം ചെയ്ത് പ്രഖ്യാപിക്കുന്ന പറയുന്നത്. അങ്ങനെ അപ്പൊ അത് കേൾക്കണം. എന്താ ബ്യൂട്ടി എന്നറിയോ അതിന്റെ വേഴ്സിഫിക്കേഷനെ. അപ്പൊ ആ ഒരു അധികാരത്തിന്റെ ആ ഒരു ദൈവികതയും ദൈവികത എന്ന് വെച്ചാൽ, അതായത് മോശയ്ക്കൊക്കെ അടുത്ത, അതായത് പത്രോസിൽ ഈ മോശയുടെ തന്നെ അടുത്ത ഒരു ഇതുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു ജനത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് അതിൽ ഉപരിയായിട്ട്. അപ്പൊ ഇവര് ഈ ലോകം മുഴുവനും വേണ്ടി ഇവരെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുവായിരിക്കും അല്ലെ. അതായത് ഈ കുർബാന അർപ്പിക്കാൻ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് ഈ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ബലി അർപ്പിക്കാൻ വേയിച്ചു പോയിട്ട് ആ കുരിശിൻ ചുവട്ടിൽ ഇരുന്നൊരു കരച്ചിലുണ്ട്. അയ്യോ, അത് കാണുമ്പോ ഒരു പാട്ടുണ്ട് അതല്ലേ, ഒരു പാട്ടായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വേദനയെ ലോകം മുഴുവനും വേണ്ടി ആ വേയിച്ചു പോകുമ്പോ അത്രമാത്രം ഭാരം വായിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തൊക്കെ പോയി. അതിനകത്തുണ്ടത് ഒരു മാർപ്പാപ്പ പറയുന്നുണ്ട്, ലോകത്തിലെ എല്ലാവരുടെയും ഭാരം ഞങ്ങളുടെ മേലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ. ഒരു മാർപ്പാപ്പ തന്നെ പറയും അത്. അനിച്ചില്ല, നമ്മൾ വേറെ സെന്റൻസ് ആണ്. ഓരോരുത്തരെ കുറിച്ചുള്ളവരെ ഒരു ഹൃദയഭാരമേ. ഇപ്പൊ എന്തോ ബെനഡിക്ട് മാർപ്പാപ്പയൊക്കെ ഇപ്പൊ ഒരു മാർപ്പാപ്പ തന്നെയാണോ? മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് യഥാർത്ഥ മാർപ്പാപ്പായും വികാരിയായിട്ടിരിക്കും. അവർക്ക് മറ്റേ മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പ എന്ന് പറയുന്നത് ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രം ഒരാളെ പറ്റത്തുള്ളൂ. മറ്റേ ആള് മെത്രാനേ ഉള്ളൂ. മെത്രാൻ സ്ഥാനത്ത് അധികാരമില്ല. നമ്മളങ്ങനെ വിളിക്കുന്നതും പറയുന്നതും ഉള്ളൂ അല്ലേ. ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്ന മാർപ്പാപ്പായിട്ടുള്ള അനുസരണം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് വിരമിച്ചത് അല്ലേ. അദ്ദേഹവും ജ്ഞാനിയായിട്ടുള്ള ഒരു ബെനഡിക്ട് മാർപ്പാപ്പയും അല്ലെ. എന്തോ ഒത്തിരിയൊക്കെ സഭയ്ക്ക് ചിലരുടെ പേഴ്സണാലിറ്റിയുടെ വ്യത്യാസങ്ങളൊന്നും ഈ ഓഫീസിൽ വരുന്നവരാണ് അതിന്റെ പ്രത്യേകത. ഏതും മോശപ്പെട്ട മനുഷ്യനാണേലും ഓഫീസിൽ വന്ന കാര്യങ്ങൾ മാറി. അവരുടെ ജീവിതത്തിൽ ചിലപ്പം ഇത് വ്യതിചലനങ്ങൾ കാണാം, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഇത് ക്രിസ്തുവിന്റെ വികാരിയാ. പിന്നെ ഈശോയുടെ നിഴലല്ലേ, ദൈവത്തിന്റെ നിഴല് ഈശോയുടെ വികാരി എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നുള്ള അർത്ഥം. അപ്പൊ പിതാവ് പറയുന്നത് എന്തും നമ്മൾ സ്വീകരിക്കണം. സ്നേഹം പോലെ അത് പിതാവ് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പറയാൻ ദൈവത്തിന്റെ മൗത്ത, ദൈവത്തിന്റെ വായാണേ. അത് സഭ പഠിപ്പിക്കുക. അതായത് പിതാവ് പറയുന്ന ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് സഭയുടെ കാറ്റീസം വായിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് സ്നേഹമാണ് വേണ്ടേ. സ്നേഹം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഒരു കുർബാന കഴിഞ്ഞേച്ച് എല്ലാ ദിവസവും ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ ഒരു തിരുത്തസ്തുതിയും ചൊല്ലി പരിശുദ്ധ പിതാവിന്റെ നിയോഗത്തിനും ആരോഗ്യത്തിനും വേണ്ടി കാഴ്ചവെക്കുന്ന ഭയങ്കര സ്നേഹമാണ്. അത് അത്രയേലും ചെയ്താൽ അതൊരു കൊന്ത കഴിഞ്ഞേച്ചാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യുന്നത് നല്ലത്. നമുക്ക് പൂർണ്ണ ദണ്ഡമോചനം കിട്ടും നമുക്കത് ചെയ്യുമ്പോൾ. പൂർണ്ണമല്ലായിരിക്കും, പൂർണ്ണമായിട്ട് കിട്ടുന്ന പ്രതീക്ഷിച്ചു.
അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അത്ര ചെയ്താൽ പോലും പിന്നെ നമ്മുടെ സ്നേഹം വർദ്ധിക്കുകയും നമ്മള് വിശുദ്ധരൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നത്, വിശുദ്ധരൊക്കെ വെളിപ്പെട്ട് കിട്ടിയത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള അല്ലെ. അത്രമാത്രം പിന്നെ എന്റെയൊക്കെ ചിന്തയില് ഇത്രമാത്രം ഒരു ബോധ്യമൊന്നുമില്ല. ഇനിയുണ്ട് കേട്ടോ, ഇനി ഒത്തിരി ഉണ്ട്. അത് പിന്നെ 1% ഒരൊറ്റ ശതമാനം ഒരറിവ് കിട്ടിയപ്പോഴേ ഇത്രമാത്രം സ്നേഹിക്കേണ്ടതും. അവർക്ക് ഓരോ മാർപ്പാപ്പന്മാർക്കും സഭയിലെ വേറെ ആർക്കും ഇല്ല ലോകത്തിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് അധികാരം. ആഗോളമായിട്ടൊരു ഒരു മനുഷ്യന് മാത്രമേ ഈ സഭയിലുള്ള മുഴുവൻ ആത്മാക്കളുടെ മേലും മുഴുവൻ മെമ്പറേഴ്സിന്റെ മേലും നേരിട്ട് അധികാരമല്ല, മാർപ്പാപ്പായ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ട്. നമ്മുടെ മേലെ നേരിട്ടുള്ള ഇതുണ്ട് മാർപ്പാപ്പായ്ക്ക്. അങ്ങനെയുണ്ട്. ഒരു മെത്രാൻ, ഇപ്പൊ പാലായിലെ മെത്രാൻ എന്ന് പറഞ്ഞാല് കല്ലറങ്ങാട്ട് പിതാവിന് ഈ ആ പാലാരൂപതയിലെ മെമ്പേഴ്സിന്റെ മേൽ മാത്രമേ ഉള്ളൂ ഒരു നേരിട്ടേ. പക്ഷെ മാർപ്പാപ്പയ്ക്ക് ലോകത്തിലുള്ള എല്ലാ കത്തോലിക്കരുടെ മേലും, പ്രത്യേകിച്ച് എല്ലാവരുടെ മേലും ഉണ്ട്. ഒരു സമ്മതിക്ക് എല്ലാവർക്കും ഉണ്ട്. അത് സ്നേഹത്തിന്റെ അധികാരമാണ്, ശുശ്രൂഷയുടെ അധികാരമാണ്. ഇത് ലോകം ഇതുപോലെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോകത്തിനും അത് മനസ്സിലാകുന്നുണ്ട്. അതെ, ഒരു ഇപ്പം ആരാ ഫ്രാൻസിസ് മാർപ്പാപ്പയാന്ന് തോന്നുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഒബാമ ആയിരുന്നപ്പോഴേ, ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇത് കൊടുത്തേ. വൈറ്റ് ഹൗസിൽ മാർപ്പാപ്പായ്ക്ക് അവിടുത്തെ ഒരു ഇതെല്ലാം കൂടെ ഒരുക്കി ഒരു ഭക്ഷണം പോലെ ഒരുക്കിയതിനകത്ത് എനിക്കൊന്ന് 16,000 പേരെയാണ് അതിനകത്ത്. അമേരിക്കൻ മൊത്തം സ്റ്റേറ്റിൽ നിന്നുള്ള വലിയ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുത്ത 16,000 പേരെ പങ്കെടുത്ത് ഇതിനെ കൊടുത്ത ഇതിനെ ആ ചടങ്ങില്. അന്ന് പറഞ്ഞൊന്ന് ഓർത്ത് നോക്കി. ഒബാമ ഓട്ടോസ്റ്റുകാരനായിരുന്നു ഓർക്കണം. പുള്ളി തന്നെ പറയുന്നുണ്ട് മാർപ്പാപ്പായ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞുകൊണ്ട് പുള്ളി പ്രോട്ടോക്കോളിലെ അതുപോലെ പുള്ളി തന്നെ പറഞ്ഞു മാറി കൊടുക്കുന്നുണ്ട്. സ്നേഹത്തിന് അത്യക്ഷം വഹിക്കുക, സത്യത്തിന് ശുശ്രൂഷ ചെയ്യുക, അതൊക്കെ അവരുടെ വലിയ ഓഫീസായിട്ട് പറയുന്നത്. സ്നേഹത്തിന്റെ അത്യക്ഷം വഹിക്കുക, സത്യത്തിന് ശുശ്രൂഷ ചെയ്യുക. ദൈവം എത്ര കടഞ്ഞെടുത്ത് ഒരുക്കി വെച്ച ഒരു സമൂഹത്തിന്റെ മെമ്പറാണ് നമ്മളെന്ന്. കത്തോലിക്ക സഭയിൽ ഒരു മെമ്പറായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ഭാഗ്യമൊന്നറിയോ. ഏറ്റവും വലിയ സത്യത്തിന്റെ ഏറ്റവും ഏക ഉറപ്പുള്ള ഒരു അവസ്ഥ ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മളെന്നുള്ളതേ. എന്നാ ഭാഗ്യമൊന്നും വേറെ ഒരെണ്ണം ഇല്ല. ഒരാഗോളമായിട്ട് എല്ലാ മനുഷ്യവർഗത്തെ ആശ്ലേഷിച്ച് നിൽക്കുന്ന ഒരെണ്ണം ഇല്ലല്ലോ. ആഗോളമായിട്ട് ദൃശ്യ തലവനുള്ള എല്ലാവരെയും ആശ്ലേഷിച്ച് ജാതി മത ഒരു വിഭജനവും ഇല്ലാതെ ആശ്ലേഷിച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ എല്ലാ രാജ്യങ്ങളിലെയും വ്യാപിച്ചു കിടക്കുന്ന വേറൊരെണ്ണമില്ല. ഒരു തലവന്റെ കീഴിലെ ഒരു ശിരസിന്റെ കീഴിൽ ശരീരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വേറൊരെണ്ണം ഇല്ലല്ലോ. വേറൊരെണ്ണം ഉണ്ടാകാനും പറ്റത്തില്ല. സത്യത്തിന്റെ പൂർണ്ണത മുഴുവൻ വെളിപ്പെട്ട് നിൽക്കുന്നിടം. ആ വീടച്ഛൻ അതെല്ലാം പറയുന്നുണ്ട്. ഞാൻ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇംഗ്ലണ്ടുകാരൻ അച്ഛനാണ്. ഈ കുരിശുമല വന്ന വാഗമണ്ണിലൊക്കെ ആയിരുന്നേ ആ അച്ഛന് എഴുതിയ ഒരു ആത്മകഥയാണേ. ആത്മകഥയാണ്. പക്ഷെ അത് ആത്മകഥ ഞാനിവിടെ നമുക്ക് ഇച്ചിരി വർക്കിന് വേണ്ടി ഇതിനു വേണ്ടി ഒന്ന് വായിച്ചപ്പം എനിക്ക് പണ്ട് തന്നെ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. സഭയെക്കുറിച്ച് സഭയുടെ ജീവചരിത്രം എഴുതിയാല് അത് നമ്മുടെ ആത്മകഥയായി വരും എന്നുള്ള രീതിയിലേ സഭയുടെ ജീവചരിത്രമേ. അപ്പൊ നമ്മള് ശരിക്കും ഈശോയില് ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പേ തൊട്ടേ നമ്മൾ ഈശോയിലുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈശോയിൽ പിതാവിന്റെ പക്ഷത്തിലുമാണല്ലോ. അപ്പൊ അത് നമ്മുടെ ചരിത്രമാണല്ലോ അങ്ങനെ. അപ്പം വീടച്ചൻ എന്റെ ആത്മകഥ വായിക്കുമ്പോൾ, ആത്മകഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഥയല്ലേ പറഞ്ഞു പോകണ്ടേ. ആദ്യം ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ സഭയുടെ കാര്യം മുഴുവൻ പറയുന്നു. സഭയുടെയും അതൊരു ഭയങ്കര ഇതാണ്. ഭജനവും കത്തോലിക്കും അത് ഒരുമിച്ച് പോകണ്ട. ഭജനം വേണേ ആദ്യം കുറച്ചെടുക്കും കൂടുതലേ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അനുദപിച്ച് സുവിശേഷത്തിൽ അങ്ങ് വിശ്വസിച്ച് പിന്നെ അതിങ്ങനെ അതിന്റെ ഒരു നല്ലൊരൊന്നും നിന്നിട്ടേ അതിൽ പിന്നെ കാറ്റീസം എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ അത് കാണാൻ പറ്റും ഓരോ കാര്യങ്ങളിൽ. അപ്പൊ നമ്മുടെ ബുദ്ധിക്കൊക്കെ കുറെ കൂടെ പ്രകാശം കിട്ടും ഇതിന്. ഈ വചനം സജീവമാണല്ലോ. കാറ്റീസം എന്ന് പറഞ്ഞാൽ വചനം ഉണ്ട്, പക്ഷെ വചനമല്ലല്ലോ. വചനം പറയുന്ന സുവിശേഷത്തിലേ അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും നമ്മളത് ജീവിക്കുകയും ചെയ്യുമ്പോഴത്തേനും ഇബ്രാഹിം പറയുന്ന പോലെ സജീവ വചനമല്ലേ.